പ്രേക്ഷകർക്കും പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. ഞങ്ങളിത് തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്കുകളിൽ ഒന്നാണ്. 33 വർഷം മുമ്പ് രൂപം കൊണ്ട ടെക്നോ പാർക്ക്. ടെക്നോ പാർക്കിൻ്റെ വിശേഷങ്ങൾ 70,000-ഓളം സോഫ്റ്റ്വെയറും അല്ലാതെയുമായിട്ടുള്ള ആൾക്കാർക്ക് ജോലി നൽകുന്ന ഒരു വലിയ ക്യാമ്പസാണിത്. പല ഘട്ടങ്ങളായി പരന്നു കിടക്കുന്നു. ഒപ്പം തന്നെ ഇതിനടുപ്പിച്ച് പല വലിയ കമ്പനികൾ, ഇൻഫോസിസും UST ഗ്ലോബലും ഒക്കെ പോലെയുള്ള കമ്പനികൾ സ്വന്തം നിലയിൽ ക്യാമ്പസുകളും തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ടെക്നോ പാർക്കിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. കേരളത്തിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ തന്നെ അഭിമാന സ്തംഭം എന്ന് തന്നെ പറയാവുന്ന ടെക്നോ പാർക്കിലാണ് ഞങ്ങളുള്ളത്. ധാരാളം വാർത്തകൾ പതിവ് പോലെ തന്നെ ഇന്നും ഉണ്ട്. തലസ്ഥാനത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ബജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 4 MLA-മാർ സത്യഗ്രഹം ആരംഭിച്ചിരിക്കുകയാണ് നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ന്യൂമോണിയ ബാധിച്ച് ആശുപത്രിയിലാണ്. അദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സ കിട്ടുന്നില്ല എന്നുള്ള വിവാദങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു. എന്തായാലും വൈകുന്നേരത്തോടുകൂടി അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് തീവ്രപരിചരണ യൂണിറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിംസ് ആശുപത്രിയിലാണ് ഉള്ളത് നെയ്യാറ്റിൻകരയിൽ. ഇതിന്റെ കൂടുതൽ വാർത്തകളിലേക്ക് വരാം. അവിടെ ഒരു മെഡിക്കൽ ബോർഡും രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് രാത്രി നമുക്ക് കിട്ടിയ വിവരം. അവിടുത്തെ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ മഞ്ജു തമ്പിയുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ സംഘമാണ് ഈ മെഡിക്കൽ ബോർഡിലുള്ളത്. അവിടെ നിന്നുള്ള വാർത്തകളുണ്ട്. അതേസമയം എറണാകുളത്തേക്ക് നമ്മൾ എത്തുമ്പോൾ കളമശ്ശേരിയിലെ ജനന സർട്ടിഫിക്കറ്റ് വിവാദവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് തുടർ വാർത്തകളും നടപടികളും ഒക്കെ ആ ഒരു കേസിൽ ഉണ്ടാകും. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മളെ ഒക്കെ ഞെട്ടിച്ചതാണ് ഈ മരടിൽ പഴകിയ മത്സ്യം പിടികൂടിയ സംഭവം. അതേ പുഴു വന്ന മത്സ്യം ആണ് ഈ ഹോട്ടലുകളിലേക്കും ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊണ്ടുവന്നത്. ലാഭത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന മനുഷ്യന്റെ ആരോഗ്യത്തിന്റെ, മനുഷ്യന്റെ വിശപ്പിന്, ആഹാരം കഴിക്കാനുള്ള ആഗ്രഹത്തെ പോലും ചൂഷണം ചെയ്യുന്ന കൊള്ളക്കാർക്കെതിരെ നടപടിയുണ്ടോ? ഇത് 1, 2, 3 തവണയല്ല ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പിടിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ വിവാദമാകുമ്പോൾ ഉണ്ടാകുന്ന നടപടികൾക്ക് അപ്പുറത്തേക്ക് ഇത് പോകുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്. അങ്ങനെ ഒരുപാട് വാർത്തകളും വിശേഷങ്ങളുമായി പ്രഭാത കേരളം തുടങ്ങുകയാണ്. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ ടോപ്പ് ഹെഡ്ലൈൻ. തലസ്ഥാനത്തേക്ക് തന്നെ ആദ്യം പോകാം. തലസ്ഥാനത്ത് നിന്ന് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഡാൻ കുര്യൻ ചേരുകയാണ് നമ്മളോടൊപ്പം. ഡാൻ, തലസ്ഥാനം തന്നെയാണ് ഇന്നും വാർത്തകളുടെ ഒരു പ്രധാന ഉറവിടം. ഒന്ന്, സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം ഇന്നും ഇരമ്പും എന്ന് ഉറപ്പാണ്. ബജറ്റിലെ നിർദ്ദേശങ്ങളെ ചൊല്ലി ഏറ്റവും പ്രത്യേകിച്ച് ഇന്ധന വിലയിൽ ഏർപ്പെടുത്തിയ സെസ്സിനെ ചൊല്ലിയിട്ടുള്ളത്. സഭയിൽ ഇന്നലെ തന്നെ MLA-മാരുടെ സത്യഗ്രഹം ആരംഭിച്ചിട്ടുണ്ട്. UDF-ഉം കോൺഗ്രസും BJP-യും അടക്കമുള്ള വിവിധ പ്രതിപക്ഷ മുന്നണികളും കക്ഷികളും പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. എന്താണ് ഇന്ന് പ്രതീക്ഷിക്കാവുന്നത്? സഭയിലെ ഇവരുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത് സഭാ നടപടികൾ തടസ്സപ്പെടുത്താതെ ഈ വിഷയം ഹൈലൈറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാനാണോ ഡാൻ? പ്രദീപ്, ആര്യ, ഗുഡ് മോർണിംഗ്. വളരെയധികം സംഘർഷഭരിതമായ ഒരു സാഹചര്യമായിരുന്നു ഇന്ധന നികുതി വർധനവിനെതിരെ ഇന്നലെ സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് തലസ്ഥാനത്ത് നിലനിന്നിരുന്നത്. സമാനമായ ഒരു സാഹചര്യം, ഒരുപക്ഷെ അതിനേക്കാൾ തീവ്രമായ പ്രതിഷേധങ്ങൾക്ക് ഇന്ന് നിയമസഭാ കവാടവും നിയമസഭയ്ക്കകവും സാക്ഷ്യം വഹിക്കുന്ന സാഹചര്യം ഉണ്ടായേക്കാം. നമുക്കറിയാം ഷാഫി പറമ്പിലും
CR മഹേഷും ഉൾപ്പെടെ 4 MLA-മാരാണ് സഭയ്ക്കുള്ളിൽ നിരാഹാരം ഇരിക്കുന്നത്. അത്തരത്തിൽ സഭയ്ക്കുള്ളിൽ UDF സമരം കടുപ്പിക്കുമ്പോൾ മറുവശത്ത് സഭയ്ക്ക് പുറത്തും പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് UDF-ഉം കോൺഗ്രസും ഉള്ളത്. എന്തായാലും ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായിട്ട് നിയമസഭാ കവാടത്തിലേക്ക് മാർച്ച് നടത്തുന്നത് യുവമോർച്ചയാണ്. യുവമോർച്ച പ്രവർത്തകർ രാവിലെ 11:30 നിയമസഭയിലേക്ക് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് മാർച്ച് നടത്തുകയെന്ന സൂചനയാണ് ലഭിക്കുന്നത്. എന്തായാലും പോലീസിന്റെ വലിയ വിന്യാസം ഇന്നലത്തേതിന് സമാനമായ രീതിയിൽ ഇന്നും നിയമസഭാ കവാടത്തിന് മുമ്പിലുണ്ടാകും. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിന്റെ മുൻവശത്തായി ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് പ്രതിഷേധക്കാരെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് സിറ്റി പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെയാണ് ധനമന്ത്രി ഈ ബജറ്റിലെ നികുതി വർധനവിൽ, അതായത് ഇന്ധനത്തിന് സെസ് ഏർപ്പെടുത്തിയ ആ തീരുമാനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്താനുണ്ടെങ്കിൽ അത് നാളെയാകും അത്തരത്തിലുള്ള ഒരു തീരുമാനം പ്രഖ്യാപിക്കുക. അതുവരെയും കിട്ടിയ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഭരണകക്ഷിയെ, പ്രത്യേകിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതിനുള്ള, പ്രഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും ഒരേപോലെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡാൻ, ഇതിൽ 2 സംഗതികളുണ്ട്. ഒന്ന്, സാധാരണഗതിയിൽ ഇത്തരം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷം, അത് ഭരിക്കുന്നത് ആരും ആയിക്കോട്ടെ, സഭാ നടപടികൾ തടസ്സപ്പെടുത്തുക, നടുത്തളത്തിലേക്ക് ഇറങ്ങുക തുടങ്ങിയ പ്രതിഷേധ പ്രകടനങ്ങളിലേക്ക് പോകാറുണ്ട്. പക്ഷേ ഇന്നലെ കണ്ട കാഴ്ച പ്ലക്കാർഡുകളും ബാനറുമായി സീറ്റിൽ തന്നെ ഇരിക്കുന്ന പ്രതിപക്ഷത്തെയാണ്. തുടക്കത്തിൽ ഈ വിഷയം ഉന്നയിച്ചു എങ്കിലും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിലേക്ക് നീങ്ങാതെ, അങ്ങനെ തടസ്സപ്പെടുത്തി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സഭ ബഹിഷ്കരിച്ചാൽ ആ വിഷയം അവിടെ അവസാനിക്കും എന്നുള്ളൊരു തന്ത്രം ആണോ പ്രതിപക്ഷം കൈക്കൊള്ളുന്നത്? അതിന് പകരം സഭയിൽ തന്നെ ഇരുന്ന് പ്രതിഷേധിക്കുക, സഭാ നടപടികൾ തുടരുന്നിടത്തോളം സമയം മുഴുവൻ ഇത് മുഖ്യ അജണ്ടയായി തന്നെ നിലനിർത്തുക എന്നുള്ളതാണോ പ്രതിപക്ഷ തന്ത്രം? ഡാൻ, തീർച്ചയായിട്ടും പ്രദീപ്, വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം സഭയ്ക്ക് ഉള്ളിൽ നിന്ന് സഭ ബഹിഷ്കരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ സ്വാഭാവികമായി സഭയ്ക്കകത്ത് ഭൂരിപക്ഷ കക്ഷി എന്ന നിലയിൽ LDF കൃത്യമായ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നിർദ്ദേശങ്ങളെല്ലാം നടപ്പിലാക്കുന്ന ഒരു സുഗമമായ രീതിയിൽ തന്നെ നടപ്പിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിന് തടയിടുക എന്ന ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെയാവണം ഇത്തരത്തിൽ, അതായത് സഭയ്ക്കകത്ത് പ്രതിഷേധം കടുപ്പിക്കുക, എന്നാൽ സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോകുന്ന ഒരു ശൈലി ഒഴിവാക്കുക. ഈ ഒരു ശൈലി മുമ്പോട്ട് വെക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം സഭയ്ക്കുള്ളിൽ തന്നെ ശക്തമായ രീതിയിൽ പ്രതിഷേധ സ്വരം ഉയർത്തുന്നതിനും അതിലൂടെ മറുവശത്ത് സഭയ്ക്ക് വെളിയിൽ പോഷക സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിഷേധം കടുപ്പിക്കുക. ഒരേ സമയം സഭയ്ക്കുള്ളിലും പുറത്തും പ്രതിഷേധം അലയടിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് UDF നേതൃയോഗം എത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം എന്നോണമാണ് ഇന്നലെ അടക്കം സഭയ്ക്ക് ഉള്ളിൽ 4 MLA-മാരുടെ നേതൃത്വത്തിൽ നിരാഹാരം ഇരിക്കുകയും പുറത്ത് മാർച്ച് നടത്തുകയും ചെയ്യുന്ന ഒരു തന്ത്രം പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഡാൻ, അതേസമയം തന്നെ ഈ ഇന്ധന സെസ്സിനപ്പുറം ഈ വെള്ളക്കര വർധനവിലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനല്ലേ പ്രതിപക്ഷം ആലോചിക്കുന്നത്? സഭയിൽ ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം, അല്ലേ? തീർച്ചയായിട്ടും വെള്ളക്കര വർധനവ് ഉൾപ്പെടെ, അതായത് ഭൂമിയുടെ ന്യായവില 20% വർദ്ധിപ്പിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ ശക്തമായ അമർഷം പാർട്ടിക്കുള്ളിൽ തന്നെ, അതായത് CPM-നുള്ളിൽ തന്നെയുള്ള MLA-മാർക്കുണ്ട്. അത്തരത്തിൽ അവർ പരസ്യമായ പ്രതികരണങ്ങൾക്ക് തയ്യാറാകുന്നില്ല എന്നേ ഉള്ളൂ. അത്തരത്തിലുള്ള അതൃപ്തി അവർ രഹസ്യമായി പലരുമായി പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികൾ അതിനെ വലിയ തോതിൽ ഒരു വിഷയമായി ഉയർത്തിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, തലസ്ഥാന നഗരിയിൽ മാത്രം ഒതുങ്ങുന്ന തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളല്ല പ്രതിപക്ഷ കക്ഷികൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വരുന്ന 13-ാം തീയതി രാപകൽ സമരം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലാണ് അവർ ആയിരിക്കുന്നത്. അതായത് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് രാപകൽ സമരം നടത്തിക്കൊണ്ട് കൂടുതൽ പ്രതിഷേധത്തിൻ്റെ സ്വരം കടുപ്പിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് തന്നെ പ്രതിപക്ഷം പോയിരിക്കുന്നത്. എന്തായാലും നികുതി വർധനവിനെതിരെ വ്യാപകമായ വിമർശനം, ആ വിമർശനം ശക്തമായ പ്രതിഷേധത്തിലേക്ക് വഴിമാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, എന്തായാലും ഞാൻ അടുത്ത ദിവസം ധനമന്ത്രി സഭയിൽ ഇതിന് മറുപടി പറയുമ്പോൾ ചില ഇളവുകൾ പ്രഖ്യാപിക്കും എന്നുള്ള സൂചനകളാണ് വരുന്നത്. ഒരുപക്ഷെ ആ ഇളവുകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം 2 രൂപ എന്നുള്ളൊരു സെസ്സും മറ്റ് നികുതി നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചിട്ടുള്ളത്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഡാൻ, മറ്റൊരു പ്രധാന വാർത്ത തലസ്ഥാനത്ത് നിന്നുള്ളത്
മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ചാണ്. ഇന്നലെ പല ദിവസങ്ങളായി സാമൂഹിക മാധ്യമങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ കേട്ടിരുന്നൊരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു പരാതി, അതുമല്ലെങ്കിൽ ഒരു ആരോപണം ഇന്നലെ പരസ്യമായി രംഗത്ത് വന്നു. ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ മാധ്യമങ്ങളോട് പറയുന്നു അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ചികിത്സ കിട്ടുന്നില്ല, അദ്ദേഹത്തിന് ചികിത്സ നിഷേധിക്കുകയാണ്, ചികിത്സയ്ക്ക് പകരം പ്രാർത്ഥനകളിലേക്ക് ഒതുങ്ങാനുള്ള ശ്രമമാണ് കുടുംബത്തിൽ നിന്ന് നടക്കുന്നത് എന്നുള്ള മട്ടിൽ അദ്ദേഹം പലരെയും പേരെടുത്ത് പറഞ്ഞാണ് ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ രംഗത്ത് വന്നത്. ഇതിനെ തുടർന്ന് സർക്കാർ തലത്തിൽ കാര്യമായ ചർച്ചയും ഇടപെടലും ഉണ്ടായി. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെടുകയും വൈകുന്നേരത്തോടെ എന്തായാലും ശ്രീ ഉമ്മൻചാണ്ടിയെ നിംസ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? അവിടെ നിന്ന് നമുക്കെന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ആശുപത്രിയിൽ നിന്ന്? പ്രദീപ്, നമുക്ക് ഏറ്റവും ഒടുവിലായി നിംസ് ആശുപത്രിയിൽ നിന്ന്, നെയ്യാറ്റിൻകരയിലുള്ള നിംസ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം മെഡിക്കൽ ഐസിയുവിലാണ് ഉമ്മൻചാണ്ടിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ന്യൂമോണിയ ആശുപത്രി അധികൃതർ ഇന്നലെ വൈകിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മഞ്ജു തമ്പിയുടെ നേതൃത്വത്തിൽ 7 പേരടങ്ങുന്ന ഒരു മെഡിക്കൽ ബോർഡിന് രൂപം നൽകിയിട്ടുണ്ട്. ആ മെഡിക്കൽ ബോർഡാണ് ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യകാര്യങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രാവിലെ 8 മണിക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശത്തെ തുടർന്ന് നെയ്യാറ്റിൻകരയിലുള്ള നിംസ് ആശുപത്രിയിലെത്തി ഉമ്മൻചാണ്ടിയെ നേരിൽ കാണും. അദ്ദേഹത്തിന്റെ ആരോഗ്യ വിവരങ്ങൾ കൃത്യമായി തന്നെ വകുപ്പ് മേധാവിമാരുമായി സംസാരിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അത് സംബന്ധിച്ച സമഗ്രമായ വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നതിന് പ്രകാരം ചികിത്സ വൈകിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചികിത്സ നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു മെഡിക്കൽ ബോർഡിന് രൂപം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടിയാലോചനകളാണ് നടക്കുന്നത്. അതിന്മേലുള്ള അന്തിമ തീരുമാനം ആരോഗ്യമന്ത്രി വീണ ജോർജ് രാവിലെ നിംസ് ആശുപത്രിയിൽ ഉമ്മൻചാണ്ടിയെ നേരിൽ സന്ദർശിച്ച് നിലവിലുള്ള സ്ഥിതി ബോധ്യപ്പെട്ടതിന് ശേഷമായിരിക്കും ഉണ്ടാകുകയെന്നാണ് സൂചന. ശരി ഡാൻ, എന്തായാലും ഡാനിലേക്ക് തിരികെ എത്താം. തുടർന്നുള്ള മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച വാർത്തകൾ അറിയാൻ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളും മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ, പുറത്ത് താമസിക്കുന്ന മലയാളികൾ, പ്രവാസികൾ അടക്കമുള്ളവർക്ക് തീർച്ചയായിട്ടും താല്പര്യമുള്ള, അതീവ ആശങ്കയോടുകൂടി തന്നെ കാത്തിരിക്കുന്ന വാർത്തയാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വീണ്ടും എത്താം. ഡാനിലേക്കും തിരികെ എത്താം. നമുക്കൊന്ന് കൊച്ചിയിലേക്ക് പോവാം. അവിടെ ഡാനി പോൾ ചേരുന്നുണ്ട്. 2 സുപ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളുമായാണ് ഡാനി പോൾ ചേരുന്നത്. ഡാനി, ഗുഡ് മോർണിംഗ്. ഒന്ന്, കളമശ്ശേരി ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തയാണ്. അതിൽ ഈ കുട്ടിയെ ദത്തെടുത്ത ഗായകനും കുടുംബത്തിനുമായുള്ള അന്വേഷണം ഒരു വഴിക്ക് നടക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ യഥാർത്ഥ മാതാപിതാക്കൾ ആരെന്ന് കണ്ടെത്താനുള്ള അന്വേഷണവും ഒരു വഴിക്ക് നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കൃത്രിമം കാട്ടാൻ സഹായിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണം അതും നടക്കുന്നുണ്ട്. ഈ അന്വേഷണങ്ങളൊക്കെ ഏതു വിധേനയാണ് പുരോഗമിക്കുന്നത്? മറ്റു വിവരങ്ങൾ കൂടി. പ്രദീപ്, ആര്യ, ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും. ഇതിൽ ഏറ്റവും സുപ്രധാനം ഇന്നത്തെ വാർത്തകളിലെ കൊച്ചിയിലേക്ക് വരുമ്പോൾ പ്രധാനമായും തന്നെ നമ്മൾ അറിയുന്ന കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ദത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതിൽ ആദ്യഘട്ടത്തിൽ അതൊരു വ്യാജ ജനന സർട്ടിഫിക്കറ്റ് എന്നതിന് അപ്പുറത്തേക്ക്, അതിനും അപ്പുറത്തേക്കുള്ള മാനങ്ങളിലേക്ക് കാര്യം പോയിരിക്കുന്നു, സംഭവം മാറിയിരിക്കുന്നു. ഇന്നലെ CWC കുട്ടിയെ കൈമാറിയെങ്കിലും അതോടെ CWCയുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് കുട്ടിയെ എത്തിച്ചുവെങ്കിലും മറ്റ് വിവാദങ്ങൾ സൂചിപ്പിച്ചതുപോലെ അത് വളരെ ശക്തമായിട്ട് തന്നെ അതിനൊരു വ്യക്തത വരുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നു. പക്ഷേ ഈ കുട്ടിയുടെ യഥാർത്ഥത്തിലുള്ള മാതാപിതാക്കൾ അവർ നൽകിയിരിക്കുന്ന വിലാസം പോലും തെറ്റാണ്. അവരുടെ പേരുകളിൽ മാത്രമേ ശരിയുള്ളൂ എന്നാണ് ഒടുവിൽ അറിയാൻ കഴിയുന്നത്. അവരുടെ വിലാസം തെറ്റാണ്. അത് സംബന്ധിച്ച പോലീസ് അന്വേഷണം ഒരു വഴിക്ക് നടക്കുന്നു. പറഞ്ഞതുപോലെ തന്നെ ഈ കുട്ടിയെ ദത്തെടുത്ത എന്ന പേരിൽ കുട്ടിയെ ഏറ്റെടുത്തിരുന്ന ഗായകർ അവരിലേക്കുള്ള അന്വേഷണവും നടക്കും. ഇവരെ കണ്ടെത്തിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ത് എന്നുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ വരും. ഏറെക്കുറെ അതൊരു വളരെ സ്വകാര്യമായ ഒരു കാര്യവുമാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലേക്ക് പോകുന്നു. ഒപ്പം ഇത് സംബന്ധിച്ച ആരോപണ പ്രത്യാരോപണങ്ങളിലാണ് ആശുപത്രി സൂപ്രണ്ട്, ആശുപത്രി ജീവനക്കാരൻ, ഇത് പരാതിയായി ഉന്നയിച്ച ജീവനക്കാരി രഹന എന്ന
ശ്രീ ഇവരെല്ലാം തന്നെ പരസ്പരം ആരോപിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെയും ഇന്നലെ ഒരു കേസ് കൂടി ഇതെടുത്തു. അതിൽ ആദ്യ കേസിൽ പരാതിക്കാരിയായിരുന്ന രഹന അവർ പ്രതിയാവുന്നതാണ് രണ്ടാമത്തെ കേസ്. അത് ആശുപത്രി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ പരാതിയിലാണ് ജീവനക്കാരനായ അനിൽകുമാറും അതോടൊപ്പം തന്നെ രഹനയും പ്രതികളായിട്ടുള്ളത്. അനിൽകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ, അനിൽകുമാർ നിലവിൽ ഒളിവിലാണ്. അനിൽകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് സെഷൻസ് കോടതി പരിഗണിക്കുന്നുമുണ്ട്. ഇതിൽ സാമ്പത്തികമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് അതീവ ഗൗരവതരമായൊരു കാര്യമാണ്. അത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അനിൽകുമാറിനോ അല്ലെങ്കിൽ അയാളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് ഈ കുട്ടിയെ കൈമാറ്റം ചെയ്തതിലൂടെ ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് വലിയ വിവാദങ്ങളിലേക്ക് വീണ്ടും വഴി തുറക്കും. മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് അത്തരം റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു സംശയവും ബലപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എല്ലാം സങ്കീർണതകൾ നിറഞ്ഞതാണ്. ഇതിൽ ഒരു പ്രത്യേക ഉദ്യോഗസ്ഥൻ, ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഇത് അന്വേഷിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ വൈകാതെ തന്നെ ഇത് സംബന്ധിച്ച് നിയമിച്ചേക്കും. എന്തായാലും പോലീസിന്റെ പ്രാഥമിക അന്വേഷണം തുടരുകയാണ്. ഇത് സംബന്ധിച്ച് ഇന്ന് കൂടുതൽ വ്യക്തത വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ആര്യ, ശരി ഡാനി, അടുത്തത് വയറിനെ സംബന്ധിക്കുന്ന വാർത്തയാണ്. ഇന്നലെ കൊച്ചിയിൽ നിന്ന് തന്നെ നിങ്ങൾ എല്ലാവരും ചേർന്ന് റിപ്പോർട്ട് ചെയ്ത വലിയ വാർത്തയാണ്. ചീഞ്ഞ മീൻ പിടിച്ചെടുത്തത്. ഇത് പിടിച്ചെടുക്കുമ്പോൾ മാത്രമാണ് നാം അറിയുന്നത്, പിടിച്ചെടുക്കുമ്പോൾ മാത്രമാണ് ഒരു അനക്കമുണ്ടാകുന്നത്, പിടിച്ചെടുക്കുമ്പോൾ മാത്രമാണ് നടപടിയുമായി അധികൃതർ മുന്നോട്ട് വരുന്നത്. ഇത് എത്ര നാളായി എവിടെയൊക്കെ ഇതുപോലെയുള്ള ചീഞ്ഞ മത്സ്യവും മാംസവും ഒക്കെ വിതരണം ചെയ്ത് ആൾക്കാർ ലക്ഷങ്ങളും കോടികളും കൊള്ള ലാഭം എന്നൊന്നും പറഞ്ഞാൽ പോരാ. ഇത് മനുഷ്യനെ വിൽക്കുകയോ മനുഷ്യനെ തിന്ന് ജീവിക്കുകയോ ഒക്കെ ചെയ്യുന്ന നരഭോജികൾ എന്നൊക്കെ തന്നെ വേണം ഇവരെയൊക്കെ വിളിക്കാൻ. ഈ വിഷവും ഈ ചീഞ്ഞ ഭക്ഷണവും ഒക്കെ കൊടുത്ത് അതിൽ നിന്നുണ്ടാക്കുന്ന ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കെതിരെയുള്ള നടപടികൾക്ക് എന്തെങ്കിലും തുടക്കമായിട്ടുണ്ടോ? അവിടുത്തെ വിശദാംശങ്ങൾ ആദ്യം പറയൂ ഡാനി. പ്രദീപ്, ഇന്നലെ ഞെട്ടിച്ച സംഭവമായിരുന്നു അത്. കാരണം ഇതിൽ മത്സ്യം വളരെ ഉയർന്ന തോതിൽ തന്നെ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കൊച്ചി കേന്ദ്രീകരിച്ച് നിരവധി ലോഡുകൾ ആന്ധ്രാപ്രദേശും തമിഴ്നാടിൽ നിന്നുമായെല്ലാം തന്നെ എത്തുന്നുണ്ട്. ഇതിൽ അസഹനീയമായ ദുർഗന്ധം മൂലം 2 കണ്ടെയ്നറുകൾ പിടിച്ചു എന്നതാണ് ഇന്നത്തെ പ്രത്യേകത. കാരണം അങ്ങനെ അല്ലാതെ കൈകാര്യം ചെയ്യുന്ന എത്രയോ ലോഡ് മത്സ്യങ്ങൾ ഇവിടെ കടന്നു പോകുന്നു നിർബാധം എന്നത് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അത് കണ്ടെയ്നർ ഈ സംവിധാനത്തിൽ ശീതീകരണ സംവിധാനം പോലുമില്ല, ഒരു ഫ്രീസിംഗ് യൂണിറ്റ് പോലുമില്ലാത്ത 2 കണ്ടെയ്നറുകളാണ് ഇന്നലെ ഇവിടെ എത്തിച്ചതെന്നതാണ്. ഇത് ഒരു പരിശോധനയും ഇല്ലാതെ അതിർത്തിയിൽ നിന്നെല്ലാം ഇവിടെ ഈ കൊച്ചി വരെ എത്തുന്നു. അപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് കയറ്റിവിട്ട ലോഡുകൾ ഇവിടേക്ക് എത്തുന്നത് ഇതെങ്ങനെ ഇത് അഴുകാതെ മത്സ്യം ഇവിടെ എത്തുമെന്ന പ്രാഥമികമായ ചോദ്യം പോലും ഒരു ഘട്ടത്തിലും എവിടെയും പരിശോധിച്ചവർ ഉന്നയിച്ചിട്ടില്ല എന്നതാണ് ഏറെ വിചിത്രമായ കാര്യം. എന്തായാലും അതിന്നലെ പിടിക്കപ്പെട്ടു. 2 കണ്ടെയ്നർ നിറയെ ഈ ചീഞ്ഞ മത്സ്യങ്ങളായിരുന്നു. അതിൽ തൊട്ട് തലേ ദിവസം ഇതിൽ നിന്ന് മത്സ്യം ചെറിയ വാഹനങ്ങളിലേക്ക് ഈ ക്രൈറ്റുകൾ, മത്സ്യം കയറ്റിയ ക്രൈറ്റുകൾ പോയിട്ടുണ്ട് എന്നതും പരിസരവാസികൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് എവിടേക്ക് എത്തി എന്നത് സംബന്ധിച്ച ആ ഒരു അന്വേഷണത്തിലേക്ക് ഭക്ഷ്യസുരക്ഷാ വിഭാഗം കടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഈ 2 ലോറികളും മരട് നഗരസഭ അവരുടെ കോമ്പൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് വണ്ടി ഓടിച്ചവരോ വണ്ടിയിലെ മറ്റ് തൊഴിലാളികൾ ആരെയും തന്നെ ഇതുവരെയും പിടികിട്ടിയിട്ടില്ല. അപ്പോൾ വാഹനം ഇവിടേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസിൽ ഇത് സംബന്ധിച്ച ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. നഗരസഭ ഇങ്ങനെ 2 വാഹനങ്ങൾ ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉടമസ്ഥരെ ഇന്നലെ ഈ RC ബുക്ക് വഴിയുള്ള ഡീറ്റെയിൽസ് മുഖേന കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവരോട് നേരിട്ട് എത്താനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എങ്കിൽ മാത്രമാണ് ഇത് ആർക്ക് കൊണ്ടുവന്നു, ഇത് വിപണനത്തിനോ ഹോട്ടലുകൾക്കോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ആരൊക്കെയായിരുന്നു ഇടപാടുകാർ, ഇത് സംബന്ധിച്ച കാര്യങ്ങൾ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും ഇനിയിപ്പോൾ ഈ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ ഒരു പരിശോധനകൾ സ്വാഭാവികമായും ഈ ദിവസങ്ങളിൽ ഉണ്ടാകും. പക്ഷേ ഇത്തരം പരിശോധനകൾ കൊണ്ടൊന്നും ഈ ഒരു റാക്കറ്റ്, ഈ ഒരു ചെയിൻ തകരുന്നില്ല എന്നതാണ് ഏറെ സങ്കടകരമായ കാര്യം. അത് നിർബാധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിർത്തിയിലടക്കം കാര്യക്ഷമമായ പരിശോധന ഇക്കാര്യത്തിൽ ഉണ്ടായാൽ മാത്രമേ ഈ ഒരു കണ്ണി മുറിക്കാൻ കഴിയുള്ളൂ എന്നാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നലെ പിടിച്ചെടുത്ത മത്സ്യങ്ങൾ മുഴുവനായും തന്നെ കുഴിയെടുത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ മൂടുകയായിരുന്നു. പ്രദീപ്, ശരി ഡാനി, ഇന്നലെ പിടിച്ചെടുത്ത മത്സ്യം കുഴിച്ചു മൂടി. പക്ഷേ അതുകൊണ്ടൊന്നും
ഈ ഡാനി പറഞ്ഞ പോലെയുള്ള ഈ ഗൂഢസംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ കുഴിച്ചും പെടുന്നില്ല. അതുപോലെ തന്നെ ഡാനി ചൂണ്ടിക്കാട്ടിയ ഈ RC ബുക്ക് ഉടമ, വാഹനം ഉടമ, ഡ്രൈവർ, തൊഴിലാളി, ക്ലീനർ ഇവരൊക്കെ 3-4 കക്ഷികളെ ആവുന്നുള്ളൂ. അതിർത്തിയിലെ പരിശോധന എഗെയിൻ ഇതൊരു കോൺട്രാക്റ്റാണ്. ആ കോൺട്രാക്റ്റ് അനുസരിച്ച് ഏതെങ്കിലും സ്ഥലത്തു നിന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് മത്സ്യം കൊണ്ടുവരാൻ കരാറെടുത്ത് ഇവിടെ കൊണ്ടുവരുന്നു. പക്ഷേ വെളിച്ചത്ത് വരേണ്ടത് ഈ വരുന്നത് ഒന്നുകിൽ ചീഞ്ഞ മത്സ്യമാണ്, അല്ലെങ്കിൽ വൻതോതിൽ രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള ആരോഗ്യത്തിനും ജീവനും തന്നെ ഭീഷണിയായിട്ടുള്ള മത്സ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇതിവിടെ വരുത്തി ഇത് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ വിതരണം ചെയ്ത് ഇത് നമ്മളെ കൊണ്ട് തീറ്റിക്കുന്നവർ ആര്? ആ കൊള്ളക്കാരെയാണ് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത്. അതിന് നടപടി ഉണ്ടാകും. പരാതിപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ തന്നെ കണ്ടെയ്നർ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ട് ആളുകൾ പരാതിപ്പെട്ടപ്പോഴാണ് ഈ ആരോഗ്യ വിഭാഗം വന്നൊരു പരിശോധന നടത്തുന്നത്. എല്ലാ സമയത്തും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഭക്ഷ്യ വിഷബാധ ഉണ്ടാകുമ്പോൾ മാത്രം നടക്കുന്ന പ്രഹസനമായി ഇത്തരത്തിലുള്ള പ്രഹസനം തന്നെയാണ്. കാര്യം ഇത് ഒരു സംഭവം, ഒരു കണ്ടെയ്നർ, ഇതുപോലെ എത്ര കണ്ടെയ്നർ, എത്ര വണ്ടി, എവിടെയൊക്കെ വന്നു, എവിടേക്കൊക്കെ ഇവിടെ തന്നെ ഇപ്പൊ ഡാനി പറഞ്ഞിരുന്നു അവിടെ നിന്ന് മറ്റു ചെറിയ വാഹനങ്ങളിലേക്ക് കയറ്റി പോയി കഴിഞ്ഞു. ഇതൊക്കെ ഈ കഴിക്കുന്ന ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇത് ഏത് സംസ്ഥാനത്തു നിന്ന് വന്നു, ഏത് കണ്ടെയ്നറിൽ നിന്ന് വന്നു, ആര് വിതരണം ചെയ്ത്, ഏത് വഴി? ഏറ്റവും അടുത്തുള്ള റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ അവിടെ നിന്ന് വാങ്ങുന്നു, കഴിക്കുന്നു, അല്ലെങ്കിൽ ഇത് വാങ്ങിക്കൂട്ടുന്ന ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, പോകുന്നു. ഒരു പക്ഷേ ഇമ്മീഡിയറ്റ് ആയിരിക്കില്ല, ഉടൻ തന്നെ ആയിരിക്കില്ല ഇതിന്റെ ഒരു ഫലം അല്ലെങ്കിൽ അനന്തര ഫലം ഉണ്ടാകുന്നത്. ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങൾക്ക് ശേഷം അൾസർ എന്നോ അതല്ലെങ്കിൽ അതുപോലെയുള്ള ക്യാൻസർ എന്നോ ഒക്കെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ അറിയില്ലല്ലോ എന്ന് എവിടെ നിന്ന് മത്സ്യം വാങ്ങിയെന്നോ ഏത് ഹോട്ടലിൽ നിന്ന് കഴിച്ചോ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ തികച്ചും ജാഗരൂകരായി ഡാനി മറ്റേത് എക്സ്ക്ലൂസീവിനേക്കാൾ പ്രധാനമാണ് ഈ ഒരു കാര്യം. അതായത് കാശ് മുടക്കി മത്സ്യവും മാംസവും ഭക്ഷണവും വാങ്ങുന്നവൻ്റെ, അതല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നവൻ്റെ ആരോഗ്യവും ജീവനും അത് പണയപ്പെടുത്തി അത് വെച്ച് ലാഭം ഉണ്ടാക്കുന്നവരെ വെളിച്ചത്ത് കൊണ്ടുവരിക, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെ ആവട്ടെ ഡാനിയുടെയും മറ്റ് ടീംമേറ്റ്സിൻ്റെയും ദൗത്യം. എന്തായാലും ഡാനി ഈ 2 വാർത്തകളെ സംബന്ധിച്ചുള്ള തുടർ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു വരും മണിക്കൂറുകളിൽ. ഇത്തിരി കൂടി നന്മയുള്ളൊരു വാർത്തയിലേക്ക് നീങ്ങാം. അതിനു മുമ്പ് ഒരിക്കൽ കൂടി നമ്മളിപ്പോഴുള്ളത് ടെക്നോ പാർക്കിലാണ്. നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ അഭിമാനമായ സാങ്കേതികതയുടെ തലസ്ഥാനം എന്ന് പറയാം അല്ലേ? സാങ്കേതിക വിദ്യയുടെ തലസ്ഥാനം, സോഫ്റ്റ് പാർക്കിന്റെ തലസ്ഥാനം, ഹാർഡ്വെയറിന്റെ തലസ്ഥാനം, എല്ലാ തരത്തിലും സോഫ്റ്റ്വെയറിന്റെയും ടെക്നോളജിയുടെയും ഒക്കെ ആസ്ഥാനം. ഇങ്ങനെ ഒരു ആശയം, ഇങ്ങനെയൊരു പേര് ഒക്കെ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഞാനൊക്കെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ആലോചിച്ച് ടെക്നോ പാർക്ക് എന്താണ്? ടെക്നോ പാർക്ക് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ എന്താണ് സോഫ്റ്റ്വെയർ, എഞ്ചിനീയർ, ഇലക്ട്രോണിക്സ് അതുവരെയൊക്കെ അറിയാം. അതിനപ്പുറത്തേക്ക് സോഫ്റ്റ്വെയർ എന്നോ ടെക്നോ പാർക്ക് എന്നോ ഈ ഒരു ആശയം, ഇങ്ങനെയൊരു സങ്കല്പം തന്നെ നമുക്ക് മനസ്സിലാവുന്നതല്ല. നമ്മൾ കണ്ടിട്ടുള്ള സർക്കാർ ഓഫീസുകൾ അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികളുടെ ഓഫീസുകൾ, അതിനപ്പുറത്തേക്കുള്ളൊരു ആശയം. അന്ന് ഇതിന് വലിയ തസ്തികകളും വലിയ സംവിധാനങ്ങളും ഒന്നുമില്ല. തിരുവനന്തപുരത്ത് വെള്ളാമ്പലത്ത് നിന്ന് വഴുതക്കാട്ടേക്കുള്ള വഴിയിൽ പോലീസ് ആസ്ഥാനത്തിന് സമീപം ഒരു പഴയ വലിയ വീട്, അതായിരുന്നു ഇതിൻ്റെ തുടക്കം. അന്ന് സിഇഒയും MDയും ഒന്നുമില്ല. നമ്മുടെ G. വിജയരാഘവൻ സാറാണ് അന്ന്. അദ്ദേഹത്തിൻ്റെ തസ്തികയുടെ പേര് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി. അതായത് ഈ ആശയം എന്താണെന്നൊന്ന് ആവിഷ്കരിച്ച് അത് മന്ത്രിമാർ തുടങ്ങി. മുഖ്യമന്ത്രി E. K. നായനാരാണ് ഈ കാര്യത്തിൽ അത് അഭിനന്ദിക്കേണ്ട കാര്യമാണ്. എത്രയോ വർഷം മുമ്പ് അന്നത്തെ മുഖ്യമന്ത്രി E. K. നായനാരാണ് ഈ ഒരു ആശയം ഒരു US സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ആദേശം പെടോ നമുക്കും ഇങ്ങനെയൊക്കെ വേണ്ടേ എന്ന് പറഞ്ഞു തുടങ്ങിയിടത്താണ്. അപ്പോൾ മുഖ്യമന്ത്രി എഞ്ചിനീയറും ഡോക്ടറും ഒന്നും ആവണമെന്നില്ല അത്യാധുനിക ആശയങ്ങൾ നടപ്പാക്കാൻ അല്ലെങ്കിൽ പദ്ധതികൾ വരാനായി. അങ്ങനെ തുടങ്ങിയ ഒരു സംഗതി സർക്കാർ തലത്തിൽ, ഉദ്യോഗസ്ഥ തലത്തിൽ, മാധ്യമങ്ങളോടൊക്കെ ഇതൊക്കെ വിശദീകരിച്ച് വളരെ ചുരുക്കം പേർക്ക് മാത്രം മനസ്സിലാകുന്ന, പറഞ്ഞാൽ പോലും മനസ്സിലാകുന്ന ഒരു ആശയമായിരുന്നു ടെക്നോ പാർക്ക്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ ടെക്നോളജി ആൻഡ് ഇലക്ട്രോണിക്സ് പാർക്ക് എന്നൊരു ആശയം ഇതിനിടയിൽ വന്നു. ഏതായാലും അതാണ് ഇന്നിങ്ങനെ ആയിരക്കണക്കിന് ഏക്കർ വ്യാപിച്ച് ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് വ്യാപിച്ച് ഇങ്ങനെ അഭിമാനമായി തലയുയർത്തി നിൽക്കുന്ന തിരുവനന്തപുരം ടെക്നോ പാർക്ക്. ആ ടെക്നോ പാർക്ക് ക്യാമ്പസിനുള്ളിൽ നിന്നാണ് ഇന്ന് പ്രഭാത കേരളം മലയാളികൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഇനി എന്തായാലും ഈ ചീഞ്ഞ മത്സ്യത്തിൻ്റെയും വിഷം കലർന്ന ഭക്ഷണത്തിൻ്റെയും ഒക്കെ വാർത്തയിൽ നിന്ന്
വളരെ നന്മയുടെ സൂര്യകിരണമുള്ള നന്മയുടെ തെളിച്ചം, ഈ പ്രഭാതം പോലെ തന്നെ തെളിച്ചമുള്ള നന്മയുടെ കിരണങ്ങൾ വീശുന്ന, വളരെയധികം സന്തോഷം നൽകുന്ന, മനുഷ്യന് പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയിലേക്ക് പോകുന്നത്. ആലപ്പുഴയിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത്. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന അതിദരിദ്രർക്ക് തണലൊരുക്കുകയാണ്, ഭക്ഷണം നൽകുകയാണ് ആലപ്പുഴയിലെ വിദ്യാർത്ഥികൾ. അത് വലിയ കമ്പനികളുടെ CSR പദ്ധതിയും ഒന്നുമല്ല, സ്കൂൾ കുട്ടികളുടെ പദ്ധതിയാണ്. ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ആലപ്പുഴയുടെ സ്വന്തം കളക്ടർ ശ്രീ കൃഷ്ണ തേജയാണ്. 4000-ഓളം കുട്ടികൾക്ക് അതിദരിദ്ര കുടുംബങ്ങൾക്ക് 4000-നടുത്ത് വീടുകളിലാണ് ജില്ലയിലെ വിദ്യാർത്ഥികൾ സ്കൂൾ വഴി ഇനി ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്ന ഒരു പദ്ധതിയാണ് അവിടെ ആരംഭിച്ചിരിക്കുന്നത്. നന്മയുടെ ഏകോപനം നിർവഹിക്കുന്നത് കളക്ടർ കൃഷ്ണ തേജയെ നമുക്ക് കാണാം. ഈ നന്മ നിറഞ്ഞ വാർത്ത. ഓരോ വിദ്യാർത്ഥിയും കരുതലോടെ ഈ പെട്ടികളിലേക്ക് നിക്ഷേപിക്കുന്നത് ദാരിദ്ര്യത്തിന്റെ കൈപ്പറിയുന്ന കുടുംബങ്ങളുടെ വിശപ്പകറ്റാനുള്ള ഭക്ഷ്യവസ്തുക്കളാണ്. രാജ്യത്തിനാകെ മാതൃകയായി മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച ജില്ലയിലെ 800ഓളം സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പണവും അരിയും ഒഴികെ തങ്ങളാൽ കഴിയുന്ന എന്ത് വീട്ടുസാധനങ്ങളും സ്കൂളുകളിൽ പാവപ്പെട്ടവർക്കായി എത്തിക്കും. കമ്മ്യൂണിറ്റി സർവീസ് ഡേ ആയി ആചരിച്ച സാധനങ്ങൾ തരംതിരിച്ച് ഓരോ സ്കൂളുകളും ഏറ്റെടുക്കുന്ന കുടുംബങ്ങളുടെ വിശപ്പകറ്റും. ആദ്യത്തെ ഞങ്ങൾ ചിന്തിച്ചു അറ്റ്ലീസ്റ്റ് ഒരു 1000 കുടുംബങ്ങൾ ഏറ്റെടുക്കാനെങ്കിൽ അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. പക്ഷെ ഞങ്ങൾ ഏതൊക്കെ സ്കൂളിനും അപ്രോച്ച് ചെയ്തോ എല്ലാ സ്കൂളും ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞു. അതുകൂടാതെ നമുക്ക് എല്ലാ മിനിസ്റ്റർമാരുടെയും MLA-മാരുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ്സ് മുനിസിപ്പൽ ചെയർപേഴ്സൺ എല്ലാവരുടെ സഹകരണം ഉള്ളതിനാൽ എല്ലാ സ്കൂളും ഇത് ഏറ്റെടുത്തു. അതിനാൽ ഇന്നും നമ്മുടെ ജില്ലയിലുള്ള 3613 അതിദാരിദ്ര കുടുംബങ്ങൾ മുഴുവനും സ്കൂൾസുകൾ ഏറ്റെടുത്തു, കുട്ടികൾ ഏറ്റെടുത്തു. ശരിക്കും പറയുകയാണെങ്കിൽ 3613 അതിദാരിദ്ര്യ കുടുംബങ്ങൾ ജില്ലയിലുണ്ടെന്നാണ് സർക്കാർ നടത്തിയ സർവേയിൽ കണ്ടെത്തിയിട്ടുള്ളത്. പല കുടുംബങ്ങളിലും കിടപ്പു രോഗികളും ഭിന്നശേഷിക്കാരായ കുട്ടികളുമുണ്ട്. അതിദരിദ്രരെന്ന വിഭാഗത്തിൽ നിന്ന് അല്പമെങ്കിലും മെച്ചപ്പെട്ട സ്ഥിതിയിൽ എത്തിക്കാനാണ് കളക്ടറും കുരുന്നുകളും അധ്യാപകരും കൈകോർക്കുന്നത്. രാജ്യത്തിന് തന്നെ ഒരുപിടി നന്മ വിതറി വലിയ പിന്തുണയാണ് ചിൽഡ്രൻസ് ഫോർ ആലപ്പിയിലൂടെ ജില്ലയിലെ കുട്ടികളും കുടുംബങ്ങളും നൽകുന്നത്. ന്യൂസ് 18 ആലപ്പുഴ. പ്രഭാത കേരളം തുടരുകയാണ്. ഈ അത്താണി എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ആരെയും കണ്ടിട്ടില്ല. പക്ഷെ നമ്മളിങ്ങനെ കൊളോക്കിലി സംസാരിക്കുമ്പോൾ, അതായത് പറയുമ്പോൾ നമ്മൾ പറയില്ലേ ഇവൻ വീടിന്റെ അത്താണിയാണ്, അല്ലെങ്കിൽ ഇവളാണ് ഈ വീടിന്റെ അത്താണി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇറക്കി വെക്കാനുള്ള അല്ലെങ്കിൽ വിഷമം വരുമ്പോൾ എനിക്കൊരു അത്താണി ഇല്ലാതെ പോയി. എന്തായാലും ചുമട് താങ്ങി എന്നാണ് അർത്ഥം. ഞാൻ കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്, നേരിട്ട് വായിച്ചത് മാത്രമല്ല. കാര്യം ഞാൻ പണ്ട് താമസിക്കുന്ന വീടിന്റെ നേരെ എതിർവശത്ത് അത്താണി, തെക്ക്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെങ്കിലും ഇതറിയപ്പെടുന്നത് ചുമട് താങ്ങി എന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 കല്ല്, അതിന് മുകളിൽ ഒരു കല്ല്, അത്രയായിരുന്നു. വലിയ കരിങ്കല്ല് 2 എണ്ണം നാട്ടും, അതിന് മുകളിൽ ഒരു വലിയ കരിങ്കല്ല്, ഏറെക്കുറെ ഒരു ഡബിൾ T ഷേപ്പിൽ ഇരിക്കും. ചന്തയിലേക്ക് അല്ലെങ്കിൽ എവിടേക്കാണെങ്കിലും തലച്ചുമടായി മാത്രം പോയിരുന്ന കാളവണ്ടികളുണ്ട്. അതൊക്കെ അന്നത്തെ വലിയ വലിയ ലക്ഷറികളാണ്, കാളവണ്ടിയിൽ ഒക്കെ ലോഡ് കൊണ്ടുപോവുക എന്നുള്ളത്. തലച്ചുമടായി ചന്തയിലേക്ക്, മാർക്കറ്റ് പ്ലേസിലേക്ക് ഒക്കെ സാധനങ്ങൾ കൊണ്ടുപോകുന്നവർ അല്ലെങ്കിൽ തിരികെ വാങ്ങി വരുന്നവർക്കൊക്കെ ക്ഷീണിക്കുമ്പോൾ ഇതൊന്ന് ഇറക്കി വെച്ച് വിശ്രമിക്കാനുള്ള ഇടം. അപ്പോൾ ഈ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളുടെയോ 2ആളുടെയോ സഹായമില്ല, ഇതെടുത്ത് തലയിൽ വയ്ക്കാനാവില്ല. അതുപോലെ തന്നെയാണ് അത് തിരിച്ച് വയ്ക്കുന്നത്. ഇത് ഏതാണ്ട് ഈ ഒരു ഹൈറ്റിൽ നിൽക്കും. അപ്പോൾ ഈ തലയിൽ നിന്ന് ഈ ചുമട് താങ്ങിയിലേക്ക്, അത്താണിയിലേക്ക് വയ്ക്കും. മിക്കവാറും അത്താണിക്ക് ചുറ്റും അങ്ങനെയാണ് ഞാനത് പെട്ടെന്ന് കാണുന്നത്. ഞങ്ങൾ താമസിച്ചിരുന്ന വീടെന്ന് പറഞ്ഞ പണ്ടൊരു ഹോട്ടൽ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ഒരു ചായക്കടയായിരുന്നു. അപ്പോൾ അവിടെ ചായ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ പഴയ ചായക്കടയുടെ ഓർമ്മയിൽ വന്ന് അവിടെ തന്നെ വെച്ചിട്ട് വരും. അപ്പോൾ ഈ അത്താണിക്ക് ചുറ്റും തന്നെ ഉണ്ടാവും
ചായയോ ചായക്കടകൾ, മറ്റെന്തെങ്കിലും ഒക്കെ പരമാവധി എന്താണ് അന്നുണ്ടാവുക, സംഭാരമോ മൂരും വെള്ളമോ നാരങ്ങ വെള്ളമോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ബോഞ്ചി തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് അത്താണി. ഇനിയിപ്പോൾ അത്താണിയുടെ വിശേഷം പറഞ്ഞു. അത്താണി ഇപ്പോൾ കൂടുതലായി കാണപ്പെടുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, മലബാർ മേഖലകളിലാണെന്ന് ഞാൻ കരുതപ്പെടുന്നു. ആ ഒരു വാർത്തയിൽ പാലക്കാട് ജില്ലയിൽ മാത്രം 100-ലേറെ അത്താണികൾ ഉണ്ട്. ഇപ്പോ ഇത് സംരക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് പാലക്കാട് ഹിസ്റ്ററി ക്ലബ്ബ്. കാര്യം ഈ തലച്ചുമടുന്നില്ല, തലച്ചുമട് നീക്കം ഇല്ല, അതൊക്കെ കയറ്റിറക്ക് തൊഴിലാളികളുടെ ഒരു മേഖലയായി മാറിക്കഴിഞ്ഞു. ഈ തലച്ചുമട് അല്ലെങ്കിൽ ചുമട് എന്ന് പറയുമ്പോൾ പിന്നെ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് നോക്കുകൂലിയാണ്. ഇതിനൊക്കെ മുമ്പൊരു കാലം ഉണ്ടായിരുന്നു എന്നും നോക്കുകൂലി ഇല്ലാതെ സ്വയം ചുമട് ചുമന്ന് ജീവിച്ചിരുന്ന ഒരു കാലത്തെ ഓർമ്മിപ്പിക്കുന്നു. കാര്യം ഇത് വെറും ഒരു ലാൻഡ്മാർക്ക് എന്നതിനപ്പുറം ചരിത്രത്തിലേക്ക്, പഴയ ജീവിതത്തിലേക്ക് ഒക്കെയുള്ളൊരു വഴികാട്ടി കൂടിയാണ് ഈ അത്താണികൾ. അപ്പോൾ പാലക്കാട്ടെ അത്താണികളുടെ വിശേഷങ്ങൾ കണ്ടുവരാം. കുത്തനെ നിർത്തിയിട്ടുള്ള 2 കരിങ്കൽ കാലുകൾക്ക് കുറുകെ കരിങ്കൽ പാളി വെച്ച് നിർമ്മിച്ച ചുമട് താങ്ങി അഥവാ അത്താണി ഒരു കാലത്ത് ഭാരം ചുമക്കുന്നവന്റെ ഇടത്താവളമായിരുന്നു. ചരക്കുകൾ ചുമന്ന് എത്തിച്ചിരുന്നവർക്ക് യാത്രക്കിടെ തലച്ചുമട് ഒന്നിറക്കി വെക്കാനും വിശ്രമിക്കാനുമായി നിർമ്മിച്ചതാണ് അത്താണികൾ. കാലം മാറി, ചരക്ക് നീക്കം വാഹനങ്ങളിലൂടെയായി. എന്നാൽ ഇന്നും പാലക്കാടിന്റെ വഴിയോരങ്ങളിൽ ആ കാലത്തെ ഓർമ്മപ്പെടുത്തി അത്താണികൾ കാണാം. ഇത്തരത്തിൽ അത്താണികൾ ചുമട് ഇറക്കി വെച്ച് അവരിതിൻ്റെ തൊട്ടടുത്ത് തന്നെ വെള്ളം നൽകുന്നതിന് വേണ്ടി അന്നത്തെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ അന്നത്തെ പ്രൗഢിയുള്ള കുടുംബങ്ങൾ ഇത്തരത്തിൽ കൽത്തൊട്ടികളിൽ വെള്ളമോ സംഭാരമോ ശേഖരിച്ചു വെക്കാറുണ്ട്. ആ വെള്ളം അതുകൊണ്ടാണ് തണ്ണീർ പന്തലുകൾ ഇതിനോടനുബന്ധിച്ചുണ്ടാവുന്നത്. ഇപ്പോൾ പല സ്ഥലങ്ങളും, ഇപ്പോൾ ക്നാശ്ശേരിയിൽ ഒരു തണ്ണീർ പന്തലുണ്ട്. ഇത്തരത്തിൽ തണ്ണീർ പന്തൽ എന്ന സ്ഥലനാമം വരുന്നതിന് തന്നെ കാരണമാവുന്നത് ഈ അത്താണികളാണ്. ഇവിടുന്ന് ഈ സംഭാരമോ അല്ലെങ്കിൽ വെള്ളമോ കുടിച്ച് അവിടെ സത്രങ്ങൾ, ചെറിയ ഓല കൊണ്ടുള്ള സത്രങ്ങളുണ്ട്. ആ സത്രങ്ങളിൽ വിശ്രമിച്ചതിന് ശേഷമാണ് പിന്നീട് മറ്റൊരു സ്ഥലത്തേക്ക് ചരക്ക് കൊണ്ടുപോകുന്നത്. പാലക്കാട് അകത്തേത്ര പഞ്ചായത്ത് അത്താണികളെ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദ്യമായാണ് ഒരു പഞ്ചായത്ത് ഇതിനായി മുൻകൈയെടുത്തത്. ജില്ലയിൽ വിവിധയിടങ്ങളിലായി 128 അത്താണികൾ ഉണ്ടെന്നാണ് പാലക്കാട് ഹിസ്റ്ററി ക്ലബിന്റെ സർവേ വ്യക്തമാക്കുന്നത്. ചിലയിടങ്ങളിൽ പ്രസവിക്കാതെ മരണപ്പെട്ട ഗർഭിണികളുടെ ഓർമ്മയ്ക്കായും അത്താണി സ്ഥാപിച്ചിരുന്നു. ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ മരണപ്പെടുമ്പോൾ ആ വയറിലെ കുഞ്ഞിന്റെ ഭാരം താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ മരണപ്പെട്ടു പോയത് എന്നുള്ള ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരാൾക്ക് ഇത്തരത്തിലൊരു ഭാരം താങ്ങാൻ ഉള്ള ഒരു ഇട വരരുത് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അത്താണികൾ. അതുകൊണ്ട് ഈ അത്താണികൾ വിശ്വാസത്തിന്റെ ഭാഗമായി ഇപ്പോൾ അത്താണികൾ ഇതിലൊക്കെ പേര് കൊത്തിവെച്ച അത്താണികളാണ്. ഇതിലെല്ലാം പേരുകൾ ഇത്തരത്തിൽ ഇന്ന ആളുടെ പേരുകളാണെന്ന് പറഞ്ഞ് കൊത്തിവെക്കാറുണ്ട്. അതുപോലെ ജന്മദിനത്തോടും മരണത്തിന്റെ ദിനത്തോടും അനുബന്ധിച്ചും ആളുകൾ ഇത്തരത്തിൽ ഒരു പരസഹായം എന്നുള്ള നിലയിലും അവരുടെ വേണ്ടപ്പെട്ടവരുടെ ഓർമ്മകൾ നിലനിർത്തുന്നതിനു വേണ്ടി അത്താണികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത്താണികൾ ഒരു കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തലാണ്. വെറുമൊരു വഴിയോര കാഴ്ചയായി അതങ്ങനെ മാഞ്ഞു പോകാനുള്ളതല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അകത്തേത്ര പഞ്ചായത്തും പാലക്കാട് ഹിസ്റ്ററി ക്ലബ്. പലയിടത്തും അത്താണികൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവ സംരക്ഷിക്കേണ്ടത് നാടിന്റെ കടമയാണ്. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. അപ്പോൾ ഇത് വെറും ഒരു വാർത്തയ്ക്കപ്പുറം പ്രസാദ് കൊണ്ടുവന്നത്, പ്രസാദ് തന്നെ പറഞ്ഞ പോലെ ഒരു കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തലാണ്. ഇതിൽ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് ഈ ജന്മദിനം അല്ലെങ്കിൽ ഒരാൾ മരിക്കുമ്പോൾ ഓർമ്മയ്ക്കായി ഫ്ലക്സ് ഉണ്ടാക്കുകയോ പ്രതിമ തീർക്കുകയോ അല്ല ചെയ്യുന്നത്, ആ ഓർമ്മയ്ക്കായി ഒരു അത്താണി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അതിനപ്പുറം നന്മ നിറഞ്ഞ ഒരു ചിന്തയും വരാനില്ല. എന്തായാലും ഈ ഒരു അടയാളപ്പെടുത്തൽ, ഈ കാലഘട്ടത്തിന്റെ അടയാളങ്ങൾ അവിടെ തന്നെ തുടരട്ടെ. ഇനി മറ്റ് സംസ്ഥാനങ്ങളിലെ മറ്റെവിടെയെങ്കിലുമൊക്കെ ഇനി ഇത് ഈ വികസനത്തിന്റെ ഒരു കുത്തൊഴുക്കിൽ ഒലിച്ചു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഴിച്ചു മൂടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ
അവയും സംരക്ഷിക്കാൻ ഇതൊരു പ്രചോദനം ആവട്ടെ. അത്താണി മാത്രമല്ല, ഇതുപോലെ പോയ കാലത്തിന്റെ സ്മരണകൾ തുളുമ്പുന്ന ഒരുപാട് അവശേഷിപ്പുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതൊക്കെയും ഇത്തരത്തിൽ സംരക്ഷിക്കാനുള്ള നടപടികൾ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന്, നാട്ടുകാരുടെയും അധികൃതരുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാകട്ടെ എന്നുകൂടി നമുക്ക് കരുതാവല്ലേ. അതെ. അപ്പോൾ പ്രഭാത കേരളത്തിൽ ഇനിയൊരു ഇടവേളയിലേക്കാണ് പോകുന്നത്. പക്ഷേ വാർത്തകളും വിശേഷങ്ങളും ഒന്നും അവസാനിക്കുന്നില്ല. ഇനിയും ഒരുപാട് കാഴ്ചകൾ, ഒട്ടേറെ വാർത്തകൾ വരാനുണ്ട്. നിർഭാഗ്യവശാൽ ആലപ്പുഴയിൽ നിന്നൊരു ദുരന്ത വാർത്തയാണ് വരുന്നത്. ഒരു കേബിൾ ഒരു ജീവൻ എടുത്ത വാർത്തയുണ്ട്. നമ്മുടെ യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്താ ജെറോമിനെ വിട്ട് വിവാദങ്ങൾ ഒഴിയുന്നില്ല. ആ വാർത്തയടക്കം ഒട്ടേറെ വാർത്തകൾ ഇന്നത്തെ പത്രത്തിലെ പ്രധാന വാർത്തകൾ കാണാനുണ്ട്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒട്ടനവധി വാർത്തകളുണ്ട്. അപ്പോൾ ഈ വാർത്തകളിലേക്കൊക്കെ തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. പ്രഭാത കേരളം തുടരുകയാണ്. ആലപ്പുഴയിലേക്ക് പോകാം. അതെ അതെ, നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു ദുരന്ത വാർത്തയിലേക്കാണ് പോകുന്നത്. സമീപകാലത്തായി നമ്മളിപ്പോൾ സ്ഥിരം കേൾക്കുന്ന ഒരു വാർത്തയായി ഇത് മാറിയിരിക്കുകയാണ്. ഗുരുതരമായ ഒരു അനാസ്ഥ കാരണം എത്ര പേരുടെ ജീവനുകളാണ് പൊലിയുന്നത്, എത്ര പേർക്കാണ് ഗുരുതരമായി പരിക്കേക്കുന്നത്. ഇപ്പോൾ റോഡിലെ കേബിൾ കുരുങ്ങി ഇപ്പോൾ ഒരു വീട്ടമ്മ കായംകുളത്ത് മരിച്ചിരിക്കുകയാണ്. കരുനാഗപ്പള്ളി സ്വദേശിനി ഉഷയാണ് മരിച്ചിട്ടുള്ളത്. ഭർത്താവുമൊത്ത് സ്കൂട്ടറിൽ പോകുമ്പോഴാണ് ഇത്തരത്തിൽ സ്കൂട്ടർ കേബിൾ വയറിന് മുകളിൽ കുരുങ്ങി അതെ റോഡിൽ വീണ് ഈ മരണം സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ശരണ്യ സ്നേഹജൻ വിശദാംശങ്ങൾ നൽകും. ശരണ്യ, വളരെ ദുഃഖം നിറഞ്ഞ ഒരു വാർത്തയാണ് നമുക്ക് മുന്നിലുള്ളത്. പക്ഷേ ഗുരുതരമായ അനാസ്ഥയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നതും. അതായത് നിരവധി സംഭവങ്ങളാണ് ദിവസവും ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ഇതിനോടകം തന്നെ ഈ വഴിയിൽ അശ്രദ്ധമായി സ്ഥാപിച്ചിരുന്ന കേബിളുകളും തോരണങ്ങളും ഒക്കെ കുരുങ്ങി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലെ ഏറ്റവും അവസാനത്തെ ഇരയായി മാറിയിരിക്കുകയാണ് കരുനാഗപ്പള്ളി സ്വദേശിനി ഉഷ, അല്ലേ? അരെ പ്രദീപ്, ഗുഡ് മോർണിംഗ്. ആലപ്പുഴയിൽ അത്തരത്തിലൊരു അനാസ്ഥയുടെ വാർത്ത തന്നെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ആ അനാസ്ഥ ഒരാളുടെ മരണത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ഇന്നലെ രാത്രി 10:30 ആലപ്പുഴ കായംകുളത്ത് ഇടശ്ശേരി ജംഗ്ഷനിൽ വെച്ച് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുകയും വീട്ടമ്മ മരിക്കുകയും ചെയ്തിട്ടുള്ളത്. അവിടെ എരുവ ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു. ഉത്സവവുമായി ബന്ധപ്പെട്ട് കെട്ടുകാഴ്ചകൾ കൊണ്ടുപോകുന്നത്, അത് വളരെ ഉയരത്തിലുള്ളതാണ് ഈ കെട്ടുകാഴ്ചകൾ. ഈ കെട്ടുകാഴ്ചകൾ കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി അഴിച്ചിട്ട കേബിളാണ് ഈ ഉഷയും ഒപ്പം തന്നെ ഭർത്താവ് വിജയനും സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിൽ കുരുങ്ങിയത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവര് എരുവ ഉത്സവത്തിൽ പങ്കെടുത്തതിന് ശേഷം കരുനാഗപ്പള്ളി സ്വദേശികളാണ്. എരുവ ഉത്സവത്തിൽ പങ്കെടുത്തതിന് ശേഷം ഇവര് മടങ്ങുകയായിരുന്നു. ഒപ്പം തന്നെ ആ ഇടശ്ശേരി ജംഗ്ഷനിൽ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. അവിടെ ധാരാളമായി കേബിള് സൈഡിലൊക്കെ അഴിച്ചിട്ടുണ്ട്. അതിലൊരു കേബിള് ഇവരുടെ വാഹനത്തിൽ, ഇവര് ഇരുചക്ര വാഹനമായിരുന്നു, ഈ വാഹനത്തിൽ കുരുങ്ങുകയും ഉഷ പുറകിലേക്ക് അടിച്ച് വീഴുകയുമായിരുന്നു എന്നുള്ളതാണ്. ഭർത്താവിന് കാര്യമായ പരിക്കുകളില്ല. പക്ഷേ ഉഷയുടെ ഇടിയുടെ ആഘാതത്തിൽ പുറകിലേക്കാണ് മലർന്നാണ് അടിച്ചു വീണത്. എന്തായാലും ഉഷ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു. ഇന്നലെ 10:30 മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിനകത്ത് ഇപ്പോൾ ഉഷയുടെ മൃതദേഹമുള്ളത് കായംകുളം താലൂക്ക് ആശുപത്രിയിലാണ്. മറ്റ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്കായി കരുനാഗപ്പള്ളിയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഏത് വകുപ്പുകൾ, കേബിൾ ഉടമകൾക്കെതിരെ ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ കേസ് എടുക്കുന്നതിനെ സംബന്ധിച്ച് പോലീസ് വിശദീകരണം നൽകത്തേ ഉള്ളൂ. വരുന്ന മണിക്കൂറുകൾ നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യാനാകും. ഇത്തരമൊരു അനാസ്ഥയിൽ എന്ത് നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വരുന്ന മണിക്കൂറുകൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉത്സവവുമായി ബന്ധപ്പെട്ട് അശ്രദ്ധമായി അഴിച്ചിട്ട ഒരു കേബിൾ, ആ കേബിളിൽ കുരുങ്ങി ഒരു വീട്ടമ്മയുടെ ജീവൻ പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ശരി ശരണ്യ സ്നേഹജൻ, ഇത് ഇന്നത്തെ ഒരു വാർത്തയായി മാത്രം അവസാനിക്കാതിരിക്കട്ടെ. കാര്യം കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിൽ കേരള വാട്ടർ അതോറിറ്റി തീർത്ത മരണക്കുഴിയിൽ വീണിട്ട് ഒരു യുവാവിന് ജീവൻ നഷ്ടപ്പെട്ടത്. സ്വാഭാവികമായി ഉണ്ടാകുന്ന അപകടങ്ങൾ മനസ്സിലാക്കാം, വാഹനം നിയന്ത്രണം വിട്ട് ഇടിക്കുന്നതും മറിയുന്നതും ഒക്കെ മനസ്സിലാക്കാം, ദുരന്തമാണെങ്കിൽ പോലും. പക്ഷേ തികഞ്ഞ അനാസ്ഥ കൊണ്ട് മറ്റുള്ളവരുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഇങ്ങനെ മരണക്കുഴിയും തൂക്കുകയറും ഒക്കെ കെട്ടിത്തൂക്കുന്നവർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകുന്നു? പലപ്പോഴും ഉണ്ടാകുന്നില്ല. തുറന്നു പറയട്ടെ, നമ്മളടക്കം മാധ്യമങ്ങൾ പോലും ഇക്കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നുണ്ടോ? ഇതിൽ ഫോളോ അപ്പിനായി
ഞാൻ പറയുന്നത് ശരണ്യ, ഈ കേബിൾ ആര് എവിടെ സ്ഥാപിച്ചു എന്നും അല്ലെങ്കിൽ ഇത് ആരുടെ ജോലിയായിരുന്നു, ഇത് വഴിയെ പോകുന്ന സ്കൂട്ടറിൻ്റെ പിന്നിലിരിക്കുന്ന യാത്രക്കാരിയുടെ കഴുത്തിൽ തൂങ്ങി അതൊരു ഒരു ഒരു തൂക്കുകയറായി മാറുന്ന ഒരു സാഹചര്യം എങ്ങനെയുണ്ടായി എന്നുള്ളത്. അതുപോലെ തന്നെ കൊച്ചിയിൽ വാട്ടർ അതോറിറ്റി പണി നടത്തിക്കോട്ടെ, വെള്ളം തന്നോട്ടെ, വെള്ളത്തിന് അവർക്ക് തോന്നുന്ന പണവും വാങ്ങിക്കോട്ടെ, പക്ഷേ മരണക്കുഴി തീർത്ത ആൾക്കാരെ കൊല്ലുന്നത് എന്തിനാണ്? അങ്ങനെ ഒരു കുഴി തീർത്താൽ അതിൽ ആള് പോയി ചാടാതിരിക്കാനുള്ള ഒരു സുരക്ഷാ ബോധം, പ്രിക്കോഷൻ ബോർഡ് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവാം. അതൊന്നും നടക്കാതെ പോകുന്നു. ഒരു ദിവസത്തെ ദുരന്ത വാർത്തയായി, അപകട വാർത്തയായി ഇതങ്ങ് അപ്രത്യക്ഷമാകുന്നു. ആരൊക്കെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും രക്ഷപ്പെടാം എന്നവർക്കറിയുന്നു. എല്ലാവരും മറക്കുന്നു, സമൂഹം മറക്കുന്നു, മാധ്യമങ്ങൾ മറക്കുന്നു. നഷ്ടപ്പെടുന്നത് ആ കുടുംബങ്ങൾക്ക് മാത്രമായി മാറുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും അവിടെ നിന്ന് കൊല്ലത്തേക്ക് പോകാം. തങ്കശ്ശേരി വിളക്കുമാടം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ആ വിളക്കുമാടത്തിനടുത്ത് വിവാദങ്ങളുടെ ഉറ്റ തോഴിയായ ചിന്ത ജെറോം സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷയാണ്. അപ്പോൾ നമുക്കെല്ലാം സുപരിചിതയുമാണ്, പ്രത്യേകിച്ച് ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതയാണ് ചിന്ത ജെറോം. ചർച്ചകളിൽ മാത്രമല്ല എൻ്റെ അമ്മയ്ക്ക് ജിമിക്ക് കമ്മലില്ല എന്നും എൻ്റെ അപ്പന് അത് കട്ടിട്ടില്ല എന്നും ഒക്കെ തുടങ്ങിയ തട്ടുപൊളിപ്പൻ പ്രസംഗങ്ങളിലൂടെ സോഷ്യൽ മീഡിയയുടെ ഒക്കെ പ്രിയ താരമായി മാറിയ ചിന്ത ജെറോം ഇപ്പോൾ വീണ്ടും ഒരു വിവാദത്തിൽ ചെന്ന് പെടുന്ന കാഴ്ചയാണ്, അല്ലെങ്കിൽ ആ വാർത്തയാണ് കൊല്ലത്ത് നിന്ന് വരുന്നത്. കൊല്ലം തങ്കശ്ശേരിയിലെ ഒരു നക്ഷത്ര ഹോട്ടലിൽ 1.5 വർഷമായി ചിന്തയും അമ്മയും താമസിക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ആണ്. ഓൺ റെക്കോർഡായി തന്നെ അവർ ഈ ആരോപണം ഉന്നയിക്കുന്നു. ഇതിൽ അന്വേഷണവും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വിജിലൻസിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതി നൽകേണ്ട ഉദ്ദേശം ഒരു പക്ഷേ ഇതിന്റെ ഫണ്ടിങ് എങ്ങനെയാണ് എന്ന് അന്വേഷിക്കാനാവാം. എന്തായാലും യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയിരിക്കുകയാണ്. നമുക്ക് ആ വാർത്തയൊന്ന് കാണാം. ശമ്പള കുടിശ്ശിക ആവശ്യപ്പെട്ട കത്തും PhD പ്രബന്ധത്തിലെ പിഴവും വിളിച്ചു വരുത്തിയ വിവാദം കെട്ടടങ്ങും മുമ്പാണ് നക്ഷത്ര ഹോട്ടലിലെ താമസം ചിന്ത ജെറോമിന് വിനയായിരിക്കുന്നത്. പ്രതിദിനം 8,000 രൂപയോളം വാടക വരുന്ന അപ്പാർട്ട്മെന്റിലാണ് ചിന്തയും മാതാവും ഇപ്പോൾ താമസിക്കുന്നതെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. നക്ഷത്ര ഹോട്ടലിലെ താമസം 1 വർഷം പിന്നിട്ടുവെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വിഷ്ണു സുനിൽ പന്തളം പറഞ്ഞു. പല ആരോപണങ്ങൾ നേരിടുന്ന ഒരു സ്ഥാപനമാണ് ഈ റിസോർട്ട്. ഈ റിസോർട്ട് എന്തിന് അവർക്ക് സൗജന്യമായ എന്ത് സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ എന്ത് നേട്ടത്തിന് വേണ്ടിയാണ് അവർ ഇവരെ സൗജന്യമായി താമസിച്ചത്? ഇതിന് ഉത്തരം പറയേണ്ടത് ചിന്ത ജെറോം തന്നെയാണ്. ഇതിനെതിരെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിജിലൻസിനെയും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത്ര വലിയ തുക വാടക നൽകാനുള്ള സാമ്പത്തിക സ്രോതസ് വ്യക്തമാക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. എന്നാൽ വിവാദത്തോട് പ്രതികരിക്കാൻ ചിന്ത തയ്യാറായിട്ടില്ല. പുതിയ ആരോപണം ഉയർന്നതിന് പിന്നാലെ CPM നേതൃത്വവും വെട്ടിലായിരിക്കുകയാണ്. ന്യൂസ് 18 കൊല്ലം. നവോത്ഥാനം, സുന്ദര കേരളം, സുരക്ഷിത കേരളം. പക്ഷേ സ്ത്രീധന പീഡനത്തിനും കേസുകൾക്കും എത്ര പേര് ഇനിയും മരണപ്പെട്ടാലും എത്ര കേസുകൾ വന്നാലും ശിക്ഷിക്കപ്പെട്ടാലും ഒക്കെ കേരളത്തിൽ നിന്ന് മാഞ്ഞു പോകാത്ത ഒരു കറ തന്നെയാണ് ഈ സ്ത്രീധനം എന്ന് പറയുന്നത് അല്ലേ? ഒരു വളരെ ഞെട്ടിക്കുന്ന കണക്കാണ്. 2016 ജൂൺ മുതൽ 2022 വരെ റിപ്പോർട്ട് ചെയ്തത് 1 ലക്ഷത്തോളം സ്ത്രീധന പീഡന കേസുകളാണ് എന്നുള്ളതാണ്. ഒന്ന് വെച്ചാൽ ഒരു ദിവസം ശരാശരി 40 കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. ഇതിൽ ശിക്ഷിക്കപ്പെട്ട കേസുകളാണ് എടുത്തു നോക്കേണ്ടത്. 3736 കേസുകൾ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ എങ്ങനെ ഇത് തുടരാതിരിക്കും അല്ലേ? ഒന്നുകൂടെ ഓർക്കുക, സ്ത്രീധന വിരുദ്ധ പ്രചാരണം ഏറ്റവും ശക്തമായി നടന്ന കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അത് പക്ഷേ ഒന്നും നെഗറ്റീവായിട്ട് നാം കാണേണ്ടതില്ല. ഒരുപക്ഷെ ഈ പ്രചാരണം ശക്തമായത് കൊണ്ടുകൂടി ആവാം ഇതെപ്പോഴും കേരളം ബ്ലാക്ക് ലിസ്റ്റിൽ പെടുന്നത് അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട വാർത്തയായി മാറുന്നത്. ഈ ദേശീയ ക്രിമിനൽ റെക്കോർഡ്സ് ബ്യൂറോയുടെ ഒക്കെ കണക്കുകൾ വരുമ്പോൾ ഏറ്റവും അധികം ബലാത്സംഗം, ഏറ്റവും അധികം കൊലപാതകം അല്ലെങ്കിൽ മറ്റു കുറ്റകൃത്യങ്ങൾ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലാണ്. ബീഹാറും ഉത്തർപ്രദേശും ഒക്കെ ഇതിനേക്കാൾ വളരെ മുന്നിലാണെന്ന് പറയുമ്പോൾ അത് കാണുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതിൽ ഒരു വലിയ അബദ്ധമുണ്ട്. അതുപോലെ തന്നെ ഇതും കാണേണ്ടതുണ്ട്. കാരണം ഈ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഒക്കെ കയ്യിൽ എത്തുന്നത് എന്താണ്?
പരാതി കൊടുത്ത് അതെ, FIR എടുത്ത് രജിസ്റ്റർ ചെയ്ത പരാതികളുടെ എണ്ണമാണ്. അതെ, അപ്പൊ അതിന്റെ അർത്ഥം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് എന്ന് കണ്ണും പൊട്ടി വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, പരാതിപ്പെടാനുള്ള ആർജവം കാണിക്കുന്നത്, പരാതിപ്പെടാൻ മുൻകൈ എടുക്കുന്നതും കേസ് എടുക്കുന്നതും മലയാളികളാണ് എന്നുകൂടി കാണണം. അതുകൊണ്ട് പക്ഷെ ഇതൊന്നും ഇതൊരു ആശ്വാസമല്ല. പ്രചാരണം കൂടുതൽ നടന്നപ്പോൾ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നുള്ളതിൽ ആശ്വാസം കാണേണ്ടത്. എന്തായാലും ആ വാർത്തയൊന്ന് കാണാം. സംസ്ഥാനത്തെ സ്ത്രീധന വിരുദ്ധ പ്രചരണങ്ങളുടെ ഫലപ്രാപ്തി ചോദ്യം ചെയ്യുന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ രേഖാമൂലം നൽകിയ ഈ മറുപടി. 2016 ജൂൺ മുതൽ 2022 വരെ പ്രബുദ്ധമെന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് 98,870 സ്ത്രീധന പീഡന കേസുകൾ. മാസം ശരാശരി 1,251 കേസുകൾ എന്നതാണ് നിലവിലെ സ്ഥിതി. ഒരു ദിവസം മാത്രം 40ഓളം കേസുകൾ. ഇതിൽ ആകെ 86,477 പേരാണ് അറസ്റ്റിലായത്. സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ കേരളം ഞെട്ടിയ 2021 വിസ്മയുടെ മരണത്തിന് ശേഷം 2022 ഇതിൽ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 17,676 കേസുകൾ. ഇതിലും ഞെട്ടിക്കുന്നതാണ് കേസുകളിലെ ശിക്ഷാ നിരക്ക്. 1,00,000-ഓളം കേസുകളിൽ ഇതുവരെ ശിക്ഷിക്കപ്പെട്ട കേസുകൾ വെറും 3,736 എണ്ണം മാത്രം. 7 വർഷം മുമ്പ് 2016 രജിസ്റ്റർ ചെയ്ത 8,861 കേസുകളിൽ ഇതുവരെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ട കേസുകൾ 871 മാത്രം. കേസുകളിൽ വിചാരണ നീളുന്നതും പ്രതികൾ കുറ്റവിമുക്തരാകുന്നതും ഈ എണ്ണം കുറയാൻ കാരണമായിരിക്കാം. എന്നാൽ ഇത്തരം കേസുകളിൽ വിചാരണ വേഗത്തിലാകേണ്ടതിന്റെ ആവശ്യകതയും ഈ കണക്കുകൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 2023 കണക്കുകളും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതല്ല. ജനുവരി 24 വരെ മാത്രം 1,193 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 635 പേർ ഇതിനോടകം അറസ്റ്റിലായി. ന്യൂസ് 18 തിരുവനന്തപുരം. എന്തായാലും വളരെ ശക്തമായി തന്നെ ബോധവൽക്കരണം നടക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഇത്തരത്തിലുള്ള ക്രൈം റേറ്റുകൾ. സ്ത്രീധന വിരുദ്ധ പ്രതിജ്ഞ, സ്ത്രീധന വിരുദ്ധ പ്രചാരണം, സ്ത്രീധന വിരുദ്ധ കലാമേള ഒക്കെ നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഇതും വളരെ കൃത്യമായി അതേപോലെ തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരുപാട് കേസുകൾ നമ്മൾ തന്നെ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും ഇന്ന് പത്രങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എന്നുകൂടി അറിയണ്ടേ? പ്രധാനപ്പെട്ട പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും നമുക്കൊരു ധാരണയുണ്ടാകും. നമ്മളൊക്കെ ഇന്നലെ കണ്ട പല വാർത്തകളും ആയിരിക്കാം. പക്ഷെ ഓരോ പത്രവും അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് തികച്ചും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ഒട്ടനവധി പത്രങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും ഈ ഒരു സെഗ്മെന്റിൽ പരിശോധിക്കുന്നത്. ഇന്ന് രഞ്ജിത്ത് രാമചന്ദ്രനാണ് പത്രങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. ഗുഡ് മോർണിംഗ് ആര്യ, ഗുഡ് മോർണിംഗ് പ്രദീപ്. ഏതായാലും നേരത്തെ ആര്യ പറഞ്ഞതുപോലെ വാർത്തകൾ ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത മിക്ക വാർത്തകളും അതുതന്നെയാണ് പത്രങ്ങളുടെ തലക്കെട്ടുകളെങ്കിൽ പോലും ഈ വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന രീതി ഓരോ പത്രങ്ങൾക്കും വ്യത്യസ്തമായി തന്നെയാണ്. ഓരോ പത്രങ്ങളും ഓരോ രീതിയിലാണ്. അവർക്ക് രാഷ്ട്രീയ വ്യത്യാസമുണ്ടാകാം, നിഷ്പക്ഷമായി വാർത്തകൾ കൈകാര്യം ചെയ്തവരുണ്ടാവാം. നമുക്ക് ആ വാർത്തകൾ ഏത് രീതിയിലാണ് ഓരോ വാർത്തകളും ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. വളരെ പെട്ടെന്ന് പത്രവിശേഷത്തിലേക്ക്. പത്രം 18-ൽ ആദ്യം മലയാള മനോരമയുടെ വാർത്ത, അതായത് തുർക്കിയിലും സിറിയയിലുമായി ഉണ്ടായ ഭൂകമ്പം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയായി എടുത്തിരിക്കുന്നത്. പക്ഷേ മരണം 2300 എന്നാണ് ഇന്നലെ രാത്രി വൈകി വന്ന എഡിഷനാണ് എങ്കിൽ പോലും ഇന്ന് ഏറ്റവും പുതിയ വാർത്ത രാവിലെ മരണം 3800 കടന്നു എന്നുള്ളതാണ്. വലിയ തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയിലാണ് ഇരു രാജ്യങ്ങളും എന്ന് വേണം കരുതാൻ. ഈ 12 മണിക്കൂറിനിടെ ശക്തമായ 2 ചലനങ്ങൾ കൂടി വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അസാധാരണമായ സാഹചര്യത്തിലാണ് ഈ 2 രാജ്യങ്ങളും. നമ്മുടെ മുഖ്യധാരാ പത്രങ്ങളുടെ, നമ്മുടെ പ്രധാന പത്രങ്ങളുടെ എല്ലാം തലക്കെട്ട്, ഒന്നാം പേജിലെ പ്രധാന വാർത്ത ഈ ഭൂകമ്പം തന്നെയാണ്. നമുക്ക് അകത്തെ പേജുകളിലേക്ക് പോയാൽ ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം നിയമസഭയിൽ ഉണ്ടായ പ്രതിഷേധം ഈ നികുതി വർധനവുമായി ബന്ധപ്പെട്ട് നിയമസഭയ്ക്ക് പുറത്തും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. നമ്മുടെ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന അബിൻ വർക്കി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അബിൻ വർക്കിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ചിത്രത്തോടുകൂടി തിരുവനന്തപുരത്തെ നിയമസഭയ്ക്ക് മുന്നിലെ വലിയ പ്രതിഷേധം ഇപ്പോൾ മനോരമ ചിത്രം സഹിതം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉൾപേജിൽ. മറ്റൊരു പ്രധാന വാർത്ത ഈ ബഫർ സോണുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം ബഫർ സോണിൽ പ്രത്യേക സമിതിയെ നിയോഗിച്ചിരുന്നു. വലിയ പരിശോധന, നേരത്തെ ഉപഗ്രഹ സർവേ ആയിരുന്നു,
ഇപ്പോൾ ഏരിയൽ സർവേ നടത്തി പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരുന്നത് 81,258 നിർമ്മിതികൾ ഈ ജനവാസ മേഖലകളിൽ ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെ ഉപഗ്രഹ സർവേയിൽ അത് 49,330 ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ന് ഞാൻ ഈ പത്രങ്ങളിലെല്ലാം നോക്കിയപ്പോൾ മനോരമയുടെ മാത്രം വളരെ പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നു. അത് ഏറെ പ്രാധാന്യമുള്ളതുമാണ് എന്ന് തോന്നുന്നു. മറ്റൊന്ന് മാതൃഭൂമിയുടെ വാർത്തയാണ്. സർക്കാരിൻ്റെ പഴയ വാഹനങ്ങൾ ഈ മാസം പിൻവലിക്കും, ഉടൻ പൊളിക്കില്ല. അതായത് 10-15 വർഷത്തിന് മേൽ പഴക്കമുള്ള സർക്കാർ വാഹനങ്ങൾ പൊളിക്കണമെന്നും അതിന് പൊളിക്കാനുള്ള ഫണ്ട് കേന്ദ്രം നൽകിയെന്നുമുള്ള വാർത്ത കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ സർക്കാരിൻ്റെ 2508 സർക്കാർ വാഹനങ്ങൾ ഈ മാസത്തോടെ പിൻവലിക്കുമെന്നാണ് ഏറ്റവും പ്രധാന വാർത്തയായി മാതൃഭൂമി അതിൻ്റെ ഉൾപേജിൽ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് ഈ ജഡ്ജി നിയമനത്തെ ചൊല്ലി വീണ്ടും വിവാദം എന്ന വാർത്ത. അതായത് BJP ബന്ധവും ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങളും കാരണം വിവാദത്തിലായ അഭിഭാഷക LC വിക്ടോറിയ ഗൗരിയെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കുന്നു. പക്ഷേ മോദി വിരുദ്ധ ട്വീറ്റ് അത് ഷെയർ ചെയ്ത ജഡ്ജിയെ ആ തരത്തിൽ പരിഗണിക്കുന്നില്ല എന്ന വാർത്ത പ്രാധാന്യത്തോടെ മാതൃഭൂമി ഉൾപേജിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പരിസ്ഥിതി സംബന്ധമായ വാർത്തകളിൽ ഒരുപടി മുന്നിലാണ് എപ്പോഴും മാതൃഭൂമി പത്രം. ഇത്തവണ ഒരു വർഷത്തെ മാലിന്യം 43,37,716 ടണ്ണാണെങ്കിൽ അതിൽ 18% പ്ലാസ്റ്റിക് ആണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയായി മാതൃഭൂമി നൽകിയിരിക്കുന്നത് എന്നും കാണണം. മറ്റൊന്ന് വീക്ഷണത്തിലേക്ക് വന്നാൽ, വീക്ഷണത്തിൽ നമുക്കറിയാം ഇന്നലെ ഉണ്ടായ നിയമസഭയ്ക്ക് മുന്നിലെ പ്രതിപക്ഷ MLA-മാരുടെ പ്രതിഷേധം സ്വാഭാവികമായും അവരുടെ മുൻപേജിൽ വലിയ വാർത്തയാകുന്നു. ഇന്ധന സെസ് പ്രതിഷേധം ആളിക്കത്തുന്നു എന്നുള്ളതാണ് ചിത്രം സഹിതം വീക്ഷണം നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തയിൽ ഒന്ന്. ദേശാഭിമാനിയിലേക്ക് പോയാൽ സ്വാഭാവികമായും നമുക്കറിയാം എന്തായിരിക്കും ദേശാഭിമാനിയുടെ പ്രധാന വാർത്ത എന്നുള്ളത്. അത് ധനകാര്യമന്ത്രിയുടെ സംസ്ഥാനം കത്തുന്ന, സംസ്ഥാനത്ത് വലിയ പ്രതിഷേധമുണ്ടാക്കിയ ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾക്ക് അനുകൂലമായി ധനകാര്യമന്ത്രി പ്രതികരിച്ചു. ബാലഗോപാൽ പ്രതികരിച്ച വാർത്ത ഇത് പ്രതിപക്ഷം കേന്ദ്രദ്രോഹത്തെ വെള്ളപൂശുന്നു, ക്ഷേമ പെൻഷനുകൾ തകർക്കാൻ ശ്രമം എന്ന രീതിയിലാണ് ദേശാഭിമാനി ഈ സംസ്ഥാനത്തെ പ്രതിഷേധങ്ങളെ വ്യാഖ്യാനിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായ വ്യത്യാസമുണ്ട് വീക്ഷണത്തിനും ദേശാഭിമാനിക്കും ഒക്കെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ. പക്ഷേ സാധാരണ ജനം അത് ഏത് രീതിയിൽ കാണുമെന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏറ്റവും അവസാനമായി ഇത് ഹിന്ദുവിലേക്ക് പോയാൽ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അതിൽ മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് തുടർച്ചയായ 3-ാം തവണയും മാറ്റിവെക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടത്തിലൊടുങ്ങുകയാണ് ആം ആദ്മി പാർട്ടി. നമുക്കറിയാം ആം ആദ്മി പാർട്ടിക്കാണ് ഡൽഹിയിൽ ഭൂരിപക്ഷമുള്ളത്. പക്ഷേ കഴിഞ്ഞ 3 തവണയും വലിയ ബഹളത്തെ തുടർന്ന് ഈ തെരഞ്ഞെടുപ്പ് നടക്കാത്ത ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഇപ്പോൾ 3-ാം തവണയും മാറ്റിവെച്ചു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടെ ദ ഹിന്ദു പത്രം നൽകിയിരിക്കുന്നു. പ്രദീപ്, ആര്യ, ഇതൊക്കെയാണ് പത്രവിശേഷങ്ങൾ. നമുക്ക് ഒരുപാട് വാർത്തകൾ പത്രങ്ങളുമായി ബന്ധപ്പെട്ട് നൽകാനുണ്ട്. പക്ഷേ സമയക്കുറവുണ്ട്. ഉണ്ണി എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം വളരെ പരിമിതമാണ്. അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായും താങ്ക് യു രഞ്ജിത് രാമചന്ദ്രൻ. ഇനിയും ഒട്ടേറെ വാർത്തകൾ കേൾക്കാനുണ്ട്. ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ, ഞങ്ങൾ ഇപ്പോഴുള്ളത് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് ക്യാമ്പസിലാണ്. വളരെ രസകരമാണ് ഇവിടുത്തെ ഓരോ കെട്ടിടത്തിന്റെ പേരുകൾ. ഇത് ഭവാനിയാണ്, അപ്പുറത്ത് തേജസ്വിനിയുണ്ട്. അപ്പോൾ അത് ഒരു ഭാഗത്ത് മനോഹരമായ ക്യാമ്പസാണ്. ഒരു പക്ഷേ ബാംഗ്ലൂരൊക്കെ ഒരു ഘട്ടം എത്തിയപ്പോൾ ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളും പിന്നെ തിരുവനന്തപുരത്തെ ഓവർടേക്ക് ചെയ്യുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഇങ്ങനെയൊരു മാതൃക, ഇങ്ങനെയൊരു ആശയം, ഇങ്ങനെയൊരു ക്യാമ്പസ് തലസ്ഥാനത്ത്, അതായത് ഈ തൊഴിലിടങ്ങളിലെ സമരം അതല്ലെങ്കിൽ വ്യവസായ മേഖലയിലെ അസ്വാരസ്യം എന്നൊക്കെ കേട്ടിരുന്ന തൊഴിൽ സമരങ്ങളുടെ വലിയ ചരിത്രം തന്നെയുള്ള കേരളത്തിൽ മറ്റൊരു ലെവലിൽ രാജ്യാന്തര നിലവാരമുള്ള ഒരു ക്യാമ്പസും രാജ്യാന്തര നിലവാരമുള്ള വർക്ക് പ്ലേസും ഒക്കെ ഒരുക്കിയ ഒരു സംവിധാനം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പണ്ട് ശ്രീ EK നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ചില മിടുക്കന്മാരായ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉയർന്ന ആശയം അദ്ദേഹം പെട്ടെന്ന് സ്വീകരിക്കുന്നു. വിദേശയാത്ര പോയി ചായ കുടിച്ച് മടങ്ങുകയല്ല അദ്ദേഹം ചെയ്തിരുന്നത്. അവിടെ നിന്ന് കണ്ട ആശയങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തെ പോലെ തമാശയൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായി കണ്ടിട്ടുള്ളവർ ഉണ്ടാവാം. പലപ്പോഴും പ്രചാരണം കിട്ടുന്ന അത്തരം കാര്യങ്ങൾക്കാണ്. ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം പറയുന്ന തമാശകൾക്കും പിന്നിലും കൃത്യമായ ഒരു അജണ്ടയുണ്ടായിരുന്നു. കാര്യം അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങൾ വളരെയധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള ആളാണ്. ഒന്നുകിൽ നല്ലൊരു കൊട്ട് കൊടുക്കാൻ തീരുമാനിച്ചുറച്ച് അദ്ദേഹം പറയുന്ന പൊട്ടം കളിച്ചുകൊണ്ട് പറയുന്നൊരു തമാശയായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു പ്രതിസന്ധി അല്ലെങ്കിൽ പിന്നെ ഉത്തരം മുട്ടുന്ന ചില സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അദ്ദേഹം നീ അതാടോ കടലാസ് എന്ന് ചോദിക്കും, അല്ലെങ്കിൽ 2 ബള്ളു പറയുകയൊക്കെ ചെയ്യും, എന്നിട്ട് വിഷയം മാറ്റിവിടും. അതല്ലെങ്കിൽ തമാശ പറഞ്ഞ് അവിടെ നിന്ന് അദ്ദേഹം ഊരുന്ന തന്ത്രത്തിൽ ചെന്ന് പെടുകയാണ് പലപ്പോഴും മാധ്യമങ്ങൾ ചെയ്തിട്ടുള്ളത്. എന്തായാലും സാക്ഷാൽ EK നായനാർ
സർവ പിന്തുണയും നൽകി രൂപം കൊടുത്തതാണ്, അല്ലെങ്കിൽ അന്നാണ് ഈ ആശയത്തിന് തുടക്കം കുറിക്കുന്നത്. ശ്രീ ജി വിജയരാഘവൻ സാർ എന്ന ഇന്നത്തെ ടെക്നോക്രാറ്റ്. ഇന്ന് പലരും പുള്ളിയെ കാണുന്നത് സാമ്പത്തിക ടെക്നോ വികസന വിഷയങ്ങൾ ചർച്ചകളാകുമ്പോൾ അവിടെ മുൻനിര സ്പീക്കറായിട്ടുള്ള ഒരു വിജയരാഘവനെ ആണ്. ഈ ജി വിജയരാഘവനായിരുന്നു ടെക്നോ പാർക്ക് എന്നുള്ള ആശയം വരുമ്പോഴുള്ള ആദ്യത്തെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി. ഇന്നത്തെ നിലയിലേക്ക് ഈ കോൺസെപ്റ്റിനെ ഉയർത്താൻ, വിദേശങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള ആശയത്തെ ഇവിടേക്ക് കൊണ്ടുവരാൻ, ഇങ്ങനെ ഒരു കാര്യം, സ്ഥലം ഒരുപാടില്ല, വെള്ളത്തിന് പ്രശ്നമുണ്ട്, വൈദ്യുതിക്ക് ക്ഷാമമുണ്ട്. അങ്ങനെയൊരു സംസ്ഥാനത്ത് സ്ഥലപരിമിതിക്കുള്ളിൽ നിന്ന് നമുക്ക് പറ്റിയ ഒരു വ്യവസായം, ഇവിടുത്തെ സമ്പദ്ഘടന ശക്തമാക്കാൻ പറ്റിയ ഒരു സംഗതി, ഇവിടെ ഇരുന്ന് കയറ്റുമതി വലിയ തോതിൽ നടത്താം എന്ന് തെളിയിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ, ഒരു സ്ഥാപനത്തിൻ്റെ, ഒരു ആശയത്തിൻ്റെ ക്യാമ്പസിൽ ആണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്തായാലും ടെക്നോ പാർക്കിൽ നിന്ന് പ്രഭാത കേരളം തുടരുകയാണ്. അതെ, ഇനി നമ്മൾ പോകുന്നത് ഒരു കൗതുകകരമായ വാർത്തയിലേക്കാണ്. അതായത് നമ്മൾ എപ്പോഴും വിചാരിക്കാറുണ്ട്, അയ്യോ നമുക്ക് കുറച്ചുകൂടി ഓർമ്മശക്തി ഉണ്ടായിരുന്നെങ്കിൽ എന്നല്ലേ. നമ്മൾ ഇപ്പം കേൾക്കുന്ന കാര്യം അടുത്ത 5 മിനിറ്റ് കഴിയുമ്പോൾ മറന്നു പോകുന്ന ആൾക്കാരാണ് നമ്മളിൽ ഭൂരിഭാഗവും. എന്നാൽ ഒരു 1.5 വയസ്സുകാരൻ ഈ അസാമാന്യ ഓർമ്മശക്തി കൊണ്ട് നമ്മളെല്ലാവരെയും വിസ്മയിപ്പിക്കുകയാണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടിയിരിക്കുകയാണ് ഈ തിരുവനന്തപുരത്തു നിന്നുള്ള മാധവ്. അതെ, 1.5 വയസ്സുകാരൻ മാധവിന്റെ വിശേഷത്തിലേക്കാണ് ഇത് നമ്മൾ പോകുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മളെയൊക്കെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഓർമ്മക്കുറവ്. എന്നാൽ ഓർമ്മശക്തി കൊണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഒരു കുഞ്ഞു മിടുക്കനുണ്ട്. അത്രയധികം പരിശീലനമൊന്നും നേടിയിട്ടില്ല, അനായാസം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് കുഞ്ഞു മാധവ്. ട്രെയിൻ, എയറോപ്ലെയിൻ, വാട്ടർമെലൺ എവിടെ? വാട്ടർമെലൺ, സ്ട്രോബെറി, ജാക്ക് ഫ്രൂട്ട്, സ്കൂട്ടി എവിടെ? അമ്മ പോകുന്നു, സ്കൂട്ടി എവിടെ? ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് നമുക്ക് കുഞ്ഞിന് കുഞ്ഞു കുഞ്ഞു ബുക്സ് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അവനത് കണ്ടുകൊണ്ടിരിക്കാനും ഫുഡ് കഴിക്കുമ്പോഴായാലും എന്തിനായാലും ആ കുഞ്ഞു ബുക്സിലെ പിക്ചേഴ്സ് കാണാനും പടം വരയ്ക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ഇഷ്ടമായിരുന്നു. ടോയ്സ് ആയാലും നമ്മൾ ചോദിക്കുന്നതൊക്കെ പെട്ടെന്ന് തൊട്ട് കാണിക്കുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് നേരത്തെ മുതലേ ഇങ്ങനെ കുഞ്ഞിൻ്റെ അപ്ലൈ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞിന് ടാലൻ്റ് ഉണ്ടോ എന്ന് അറിയില്ലല്ലോ. പിന്നെ കുഞ്ഞങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയുകയും നമ്മൾ ഇന്ത്യ ബുക്സിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യുകയായിരുന്നു. ഒരു 19 കാറ്റഗറിയിലാണ് കുഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്തത്. ഡൊമസ്റ്റിക് ആനിമൽസ്, വൈൽഡ് ആനിമൽസ്, അങ്ങനെ 19 ഐറ്റംസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള 19 ഐറ്റംസ് കുഞ്ഞ് തൊട്ട് കാണിക്കുകയും അതാണ് നമ്മൾ അവിടേക്ക് അയച്ചു കൊടുത്തത്. ആദ്യം ഞാനും വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഞാനും ഇതിൽ വീഡിയോസൊക്കെ എടുക്കുന്ന മൊത്തം ഞാനായിരുന്നു. അമ്മ ചോദിക്കുന്നപ്പോൾ തന്നെ കുഞ്ഞ് അപ്പോൾ തൊടുന്നത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഇതിൽ അപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതിൽ സെലക്ട് ആവോ ഇല്ലേ എന്നുള്ളത്. അങ്ങനെ 1.5 വയസ്സാവുന്നതിൻ്റെ അന്ന് നമ്മളിത് അയച്ചു. ആദ്യം ഒരു പാനൽ എന്ന് പറയുന്നത് ഇതെല്ലാം നോക്കിയിട്ട് ഓക്കെ, ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ അയക്കാൻ പറഞ്ഞു. അങ്ങനെ 19 കാറ്റഗറീസ് ഉള്ള വീഡിയോ നമ്മൾ അയച്ചു വിത്ത് ഫുൾ ഡിസ്ക്രിപ്ഷൻ. പിന്നെ ഒരു മെയിൽ വന്നു, ഓക്കെ ആണ്, കറക്റ്റാണ്. അതിനുശേഷം ഈ പാക്കറ്റ്, IBR പാക്കറ്റ്, മെഡലും കാര്യങ്ങളൊക്കെ അടങ്ങുന്ന പാക്കറ്റ് ഒരു 5-6 ദിവസം മുമ്പാണ് എത്തുന്നത്. ഓർമ്മശക്തി കൊണ്ട് നമ്മളെയൊക്കെ വിസ്മയിപ്പിക്കുകയാണ് കുഞ്ഞു മാധവ്. മാധവിന് ഇനിയും ഉയരങ്ങൾ കീഴടക്കാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറാമാൻ അരുൺ പാലോടിനൊപ്പം ഐശ്വര്യാനിൽ, ന്യൂസ് 18 തിരുവനന്തപുരം. പ്രഭാത കേരളം തുടരുകയാണ് ടെക്നോ പാർക്ക് ക്യാമ്പസിൽ നിന്ന്. അതെ, ഇനി നമ്മൾ പോകുന്ന വാർത്ത എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്കായി KSRTCയുടെ ഒരു പുതിയ പദ്ധതി ഉണ്ടായിരുന്നു. അതിലേക്ക് വരാം. KSRTC എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്നത് നഷ്ടങ്ങളുടെ വലിയ കണക്ക്, കൊടുക്കാൻ പറ്റാത്ത ശമ്പളം,
ജോലിക്കായി അല്ലെങ്കിൽ പിരിച്ചുവിടലിനെതിരെ സമരം ചെയ്യുന്ന എംപാനൽ ജീവനക്കാർ, PSC ലിസ്റ്റിൽ ഇടം കിട്ടിയിട്ട് നിയമനം ലഭിക്കാത്തവർ, പെൻഷൻ മുടങ്ങുന്ന മുൻ തൊഴിലാളികൾ തുടങ്ങി നെഗറ്റീവ് വാർത്തകൾ മാത്രമാണ്. എന്തായാലും KSRTC അടുത്തയിടെയായി ശക്തമായ യൂണിയൻ സാന്നിധ്യമുണ്ട്. പല പഴയ മാമൂലുകളും, ട്രേഡ് യൂണിയൻ മാമൂലുകളും പൊളിച്ചെഴുതാൻ പല ഉദ്യോഗസ്ഥരും ശ്രമിച്ചിട്ട് പൂർണ്ണമായി നടന്നിട്ടില്ല. എങ്കിൽ പോലും പ്രതീക്ഷയുടെ കിരണങ്ങൾ നൽകിക്കൊണ്ട് KSRTC വൈവിധ്യവൽക്കരണത്തിൻ്റെ, വികസനത്തിൻ്റെ, പരിഷ്കരണത്തിൻ്റെ ഒക്കെ പാതയിലാണ്. നമ്മൾ തലസ്ഥാന നഗരത്തിൽ പലതരം പുതിയ ബസ് സർവീസുകൾ കണ്ടു. ഇലക്ട്രിക് ബസ്സുകൾ, സ്വിഫ്റ്റ് നിലവിൽ വന്നു കഴിഞ്ഞു. പല സിറ്റി സർക്കുലർ ബസ്സുകൾ, സിറ്റി ഫാസ്റ്റ് തുടങ്ങി എയർ കണ്ടീഷൻഡ് ബസ്സുകൾ വിത്ത് മ്യൂസിക് KSRTC ബസ്സിലാണോ എന്ന് അത്ഭുതപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള സർവീസുകൾ തുടങ്ങിക്കഴിഞ്ഞു. അതിലെ ഏറ്റവും പുതിയ അല്ലെങ്കിൽ ഏറ്റവും ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് യാത്രാ ഫ്യൂവൽസ്. പൊതുജനങ്ങൾക്കായി KSRTCയുടെ പമ്പുകൾ. അപ്പോൾ ഇതിനകം മൂവാറ്റുപുഴയിലും തൃശ്ശൂരും ഉണ്ട്. തലസ്ഥാനത്താണെങ്കിൽ തിരുവനന്തപുരം കിഴക്കേക്കോട്ട പഴവങ്ങാടിയിൽ ആ ബസ് സ്റ്റാൻഡിനും പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിനുമൊക്കെ എതിർവശത്തായിട്ട് ഉണ്ട്. പൊതുജനങ്ങൾക്ക് വളരെ സൗകര്യപ്രദം ആണെന്ന് പറയുന്നു. ഡീസലിൻ്റെ ബില്ലടയ്ക്കാത്തത് കൊണ്ട് ഡീസൽ വിതരണം നിർത്തിവെച്ചു എന്ന വാർത്ത സൃഷ്ടിച്ചിരുന്ന KSRTC ഇന്ന് പൊതുജനങ്ങൾക്കായി ഇത്തരത്തിൽ പമ്പുകൾ തുറന്നിരിക്കുകയാണ്, യാത്രാ ഫ്യൂവൽസ്. അതിപ്പോൾ വികാസ് ഭവനിലും ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അപ്പോൾ വികാസ് ഭവനിലെ യാത്രാ ഫ്യൂവൽസിന്റെ വിശേഷത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. KSRTC ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനുമായി സഹകരിച്ച് ആരംഭിക്കുന്ന ആദ്യ യാത്രാ ഔട്ട്ലെറ്റ് ആണിത്. KSRTCയുടെ വരുമാനം വർദ്ധിപ്പിക്കുക, ഒപ്പം യാത്രക്കാർക്ക് ഗുണമേന്മയുള്ള ഇന്ധനം ലഭ്യമാക്കുക, ഇതാണ് യാത്രാ ഫ്യൂവൽസ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. KSRTCയിൽ കഴിഞ്ഞ കാലം നടത്തിയ പ്രവർത്തനങ്ങളെയും ഗതാഗത മന്ത്രി എണ്ണിപ്പറഞ്ഞു. കോവിഡിന്റെ പ്രതിസന്ധിയിലൂടെയുള്ള പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നു. അങ്ങനെ നോക്കിയാൽ ഏതാണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്ന് നമുക്ക് കിട്ടിയ സമയം എന്ന് പറഞ്ഞാൽ വെറും 6 മാസക്കാലമാണ്. ആ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ KSRTCയിൽ ഇത്രയേറെ പരിഷ്കാരങ്ങൾ, മാറ്റങ്ങൾ, പ്രവർത്തനങ്ങൾ, എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന വിധത്തിലുള്ള നൂതനമായ പരിപാടികൾ ആവിഷ്കരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ KSRTCയുടെ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ജീവനക്കാരെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. കേരളത്തിലെ 13ാമത്തെ യാത്രാ ഔട്ട്ലെറ്റ് ആണ് വികാസ് ഭവനിൽ ഒരുക്കിയിരിക്കുന്നത്. ഇന്ധനം ലഭ്യമാക്കുക എന്നതിനപ്പുറത്തേക്ക് യുവാക്കൾക്ക് തൊഴിലവസരം കൂടി ഒരുക്കാൻ സാധിക്കുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. അപ്പോ ഇനിയൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട് അറിയാം, പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല. അതെ, ഒരുപാട് വാർത്തകൾ ഇനിയും കാത്തിരിപ്പുണ്ട്. ഇനി നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മളെയൊക്കെ ഞെട്ടിച്ച വാർത്തയാണ് സിറിയയിൽ നിന്നും തുർക്കിയിൽ നിന്നും ഒക്കെ വന്നത്. അതിർത്തിയിലുണ്ടായ ഭൂചലനം. അതെ അതെ, മരണപ്പെട്ടവരുടെ എണ്ണം ഇങ്ങനെ മണിക്കൂർ തോറും മാറിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി വാർത്ത പോകാൻ തുടങ്ങുമ്പോൾ 1500 വാർത്തയിലേക്ക് കടക്കുമ്പോൾ 2000 കവിഞ്ഞു എന്ന് പറയുന്നു. രാവിലെ 2800 എന്ന് പറയുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രഞ്ജിത്ത് പത്രം വായിക്കുമ്പോൾ അത് വരുന്ന വാർത്ത അനുസരിച്ചാണെങ്കിൽ 3600 കവിഞ്ഞിരിക്കുകയാണ്. തുടർ ചലനങ്ങൾ ഉണ്ടാകുന്നു. ഇതുൾപ്പെടെയുള്ള വിദേശ വാർത്തകൾ, രാജ്യാന്തര വാർത്തകളൊക്കെ വരാനുണ്ട്. ഒപ്പം വഞ്ചിയൂരിൽ പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥയുടെ ഒരു ദുരിതത്തിന്റെ വാർത്തയും ഒട്ടേറെ സെഗ്മെന്റുകൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ ഈ വാർത്തയിലേക്കൊക്കെ മടങ്ങി വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് പിന്നാലെ NIA അന്വേഷണം SDPIയിലേക്കും. കൊച്ചി NIA ആസ്ഥാനത്ത് മാരത്തൺ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി അറക്കലിനെ ഹൈദരാബാദിൽ നിന്നുള്ള NIA സംഘം ചോദ്യം ചെയ്തു. ഒരേ സമയം 11
മുറികളിലായി ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ 100 പേരുടെ പട്ടിക തയ്യാറാക്കി NIA എന്നുള്ളതാണ് ഇക്കട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകും. ഡാൻ, ഏതാണ്ട് PFIയുമായി ബന്ധപ്പെട്ട് നിരവധി തെളിവുകൾ NIA കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നതാണ് ഈ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വേണ്ടത്ര ചികിത്സ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ തന്നെ ഉയർത്തുകയായിരുന്നു. അതിനു മുമ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ, ചില ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഇവർക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കുകയും ഈ വാർത്ത ശരിയല്ല എന്ന് പറഞ്ഞ് മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് കുടുംബത്തിൽ നിന്ന് തന്നെ സ്വന്തം സഹോദരൻ പരസ്യമായി ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത്. വേണ്ടത്ര വിദഗ്ധ ചികിത്സ നൽകാതെ, ചികിത്സിക്കാതെ പ്രാർത്ഥനയിൽ ഒതുങ്ങുകയാണെന്നും ചില പ്രാർത്ഥനാ സംഘങ്ങളുടെ പിടിയിലാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലെ ചിലരെന്നുമൊക്കെയുള്ള വളരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. എന്തായാലും അതിന് പിന്നാലെ സർക്കാർ ഇടപെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. എന്തായാലും അതിനൊടുവിൽ മുൻ മുഖ്യമന്ത്രിയെ ആശുപത്രിയിലേക്ക് മാറ്റി. ആദ്യം പനിയെന്ന് പറഞ്ഞിരുന്നു, വൈകുന്നേരത്തോടുകൂടി സ്ഥിരീകരിച്ചത് ന്യൂമോണിയ മെഡിക്കൽ ICUവിൽ പ്രവേശിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല, അവിടുത്തെ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ മഞ്ജു തമ്പിയുടെ നേതൃത്വത്തിലുള്ള 7 അംഗ മെഡിക്കൽ ബോർഡിനും രൂപം നൽകിയ വാർത്ത വന്നു. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി കൃത്യമായ സൂചന നൽകിയിരുന്നു, ആരോഗ്യമന്ത്രിയോട് അവിടെ സന്ദർശിക്കണം, വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ വേണ്ട നടപടികൾ എടുക്കണമെന്നും. അപ്പോൾ എന്തായാലും ഈ ദൗത്യവുമായി രാവിലെ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അവിടെ എത്തിയിരിക്കുകയാണ്. നമ്മളോടൊപ്പം ഡാൻ കുര്യൻ ചേരുകയാണ് നെയ്യാറ്റിൻകര നിംസിൽ നിന്ന്. ഡാൻ, വീണ ജോർജ് മാധ്യമങ്ങളോട് എന്തെങ്കിലും സംസാരിച്ചോ? അവർ അവിടെ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാവുന്നത് ഡോക്ടർമാരുമായി ചർച്ച നടത്തുമെന്നും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സന്ദർശിക്കും എന്നും അല്ലേ? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അല്പസമയം മുമ്പാണ് വീണ ജോർജ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ നേരിൽ കാണുന്നതിന് വേണ്ടി നെയ്യാറ്റിൻകരയിലെ നിംസ് ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത്. ഇതുവരെ ഒരു പ്രതികരണങ്ങൾ അവർ നടത്തിയിട്ടില്ല. സന്ദർശനത്തിന് ശേഷമായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് അവർ എത്തുകയെന്നാണ് സൂചന. എന്തായാലും ഉമ്മൻചാണ്ടിയുടെ മകൾ, രണ്ടാമത്തെ മകൾ അച്ചു ഉമ്മൻ ഉൾപ്പെടെ തലസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം അവർ കൂടി ഇവിടേക്ക് എത്തും. അതിനുശേഷമായിരിക്കും ആരോഗ്യമന്ത്രി വീണ ജോർജ് കുടുംബാംഗങ്ങളുമായി എന്ത് തരത്തിലുള്ള തുടർ ചികിത്സയായിരിക്കണം അദ്ദേഹത്തിന് നൽകേണ്ടത് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഒരുപക്ഷെ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം സർക്കാർ ഒരു മെഡിക്കൽ ബോർഡിന് രൂപം നൽകിയേക്കുമെന്ന സൂചനകൾ ഇന്നലെ തന്നെ പുറത്തു വരുന്നുണ്ടായിരുന്നു. നിലവിൽ നിംസ് ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സ്റ്റേബിൾ ആയിട്ടാണ് തുടരുന്നത് എന്നാണ് അല്പസമയം മുമ്പ് മെഡിക്കൽ ICUവിലെ ജീവനക്കാരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന സൂചനകൾ. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ കുടുംബാംഗങ്ങൾ നേരത്തെ അദ്ദേഹത്തെ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു. പക്ഷേ പനി കലശലായതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ ഇരുന്നത്. ഇവിടെ നിന്ന് ആരോഗ്യസ്ഥിതി പൂർണ്ണമായി വീണ്ടെടുത്തതിന് ശേഷമായിരിക്കും തുടർ പരിശോധനകൾക്ക് വേണ്ടി ബംഗളൂരുവിലേക്കോ അവിടെ നിന്ന് ദുബായിലേക്കോ ജർമ്മനിയിലേക്കോ കൊണ്ടുപോകുന്നതിനുള്ള നീക്കമാണ് കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ആശങ്കകരമല്ല, സ്റ്റേബിൾ ആണ് എന്ന വിവരമാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. നെഫ്രോളജി വകുപ്പ് മേധാവി ഡോക്ടർ മഞ്ജു തമ്പിയുടെ നേതൃത്വത്തിലുള്ള 7 അംഗ സംഘമാണ് ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യസ്ഥിതി കൃത്യമായി വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മന്ത്രി വീണ ജോർജുമായി അവർ കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷമായിരിക്കും ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച കൃത്യമായ ഒരു അവലോകനം നടത്തുക. ഡാന, ഈ ആശുപത്രിയിൽ ഉള്ള കാഴ്ചകൾ കൂടി ഒന്ന് പറയണം. കാര്യം ഇന്നലെ തന്നെ വളരെ വ്യക്തമായ ഒരു സൂചന നൽകിയിരുന്നു, സന്ദർശകർക്ക് വളരെ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തി എന്നുള്ളത്. നമുക്കറിയാവുന്ന ഉമ്മൻചാണ്ടി ആണെങ്കിൽ ചുറ്റും ആൾക്കൂട്ടം ഇല്ലെങ്കിൽ ശ്വാസം മുട്ടുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് ഒരു പരിഗണനയും ഒരു ഔചിത്യവും ഇല്ലാതെ അദ്ദേഹത്തിനെ പൊതിയുന്ന ആൾക്കാരാണ്, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അണികളും പ്രവർത്തകരും അനുഭാവികളും ഒക്കെ. അപ്പോൾ അവിടേക്ക് സന്ദർശകരുടെ എന്തെങ്കിലും തിരക്കോ സൂചനയോ ഉണ്ടോ? അതുപോലെ തന്നെ ആശുപത്രി അധികൃതർ നൽകുന്ന സൂചന എന്താണ്?
കുടുംബാംഗങ്ങളുമായി സംസാരിക്കാൻ കഴിഞ്ഞോ? ഈ വിവാദത്തിനൊക്കെ തിരശീല വീണ് ഉമ്മൻചാണ്ടിയെ സ്വസ്ഥമായി ചികിത്സയ്ക്ക് വിധേയനാകാനും ഊർജ്ജസ്വലനായി തിരിച്ചു വരാനുമുള്ള ഒരു സാഹചര്യം ഒരുങ്ങിക്കഴിഞ്ഞോ ഡാൻ? ഞാൻ രാവിലെ മെഡിക്കൽ ഐസിയുവിൽ ഉമ്മൻചാണ്ടിയെ ചികിത്സയിൽ തുടരുന്ന മുറിക്ക് സമീപത്തേക്ക് എത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നു. അപ്പോൾ അവിടെയുള്ള ഡോക്ടർമാരുമായി സംസാരിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അദ്ദേഹത്തിന്റെ ന്യൂമോണിയ ബാധ വൈകിട്ടോടെയാണ് ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചത്. അതേ തുടർന്ന് വൈകിട്ട് തന്നെ ആന്റിബയോട്ടിക്കുകൾ അടക്കമുള്ള മരുന്നുകൾ നൽകി തുടങ്ങിയിട്ടുണ്ട്. ആ മരുന്നുകളോട് അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്നത്. എന്തായാലും മെഡിക്കൽ ഐസിയുവിലായതിനാൽ ഒരു ബൈസ്റ്റാൻഡറെ മാത്രമാണ് അദ്ദേഹത്തോട് ഒപ്പം നിർത്തിയിരിക്കുന്നത്. അത് ഇപ്പോൾ മൂത്ത മകളാണ് അദ്ദേഹത്തോടൊപ്പമുള്ളത്. മറ്റു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിലവിൽ ഈ ന്യൂമോണിയ ബാധയുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിക്ക് ഇല്ല എന്ന ഒരു വിവരം തന്നെയാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. എന്തായാലും സൂക്ഷ്മമായി തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏറ്റവും വിദഗ്ധമായ ചികിത്സ തന്നെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൾ ഇന്ന് പുലർച്ചയോട് കൂടിയാണ് തലസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അല്പസമയത്തിനകം അച്ചു ഉമ്മൻ കൂടി ഈ ആശുപത്രിയിൽ എത്തിയേക്കും. അങ്ങനെയാണെങ്കിൽ അവർ കൂടി എത്തിയ ശേഷം മറ്റ് സർക്കാർ തലത്തിൽ നടത്തുന്ന ഇടപെടലുകളെ കുറിച്ച് മന്ത്രിയുമായി കൂടി നേരിൽ അവർ സംസാരിക്കും. അതിനുശേഷമായിരിക്കും വിദേശത്തേക്ക് കൊണ്ടുപോകണമോ അതോ കേരളത്തിൽ തന്നെ വിദഗ്ധ ചികിത്സ അദ്ദേഹത്തിന് അടിയന്തരമായി നൽകുന്നതിനുള്ള ക്രമീകരണം ചെയ്താൽ മതിയോ എന്ന കാര്യത്തിലേക്ക് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. പ്രദീപ്, ഡാൻ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട കാഴ്ചയാണ്, കുറച്ച് നാളായി നമുക്കറിയാവുന്നതുമാണ്. ശബ്ദത്തെ കൂടി ബാധിക്കുന്ന രീതിയിലുള്ള ഒരു അസുഖമാണ് അദ്ദേഹത്തിന് ഉള്ളത്. എന്നിട്ടും ഈ ഉമ്മൻചാണ്ടിക്ക് ചികിത്സ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് ചികിത്സ നിഷേധിക്കുന്നു എന്നൊക്കെ മറ്റുള്ള വാർത്ത വന്നപ്പോൾ സ്വയം സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ഒരു മൊബൈൽ ക്യാമറയിലൂടെ അങ്ങനെയില്ല, എനിക്ക് വേണ്ട ചികിത്സ കിട്ടുന്നുണ്ട് എന്ന് പറയുന്ന, അതല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുന്ന ഉമ്മൻചാണ്ടിയെ നാം കണ്ടു. അപ്പോൾ എത്ര ഗുരുതരമാണ് ഈ അസുഖത്തിൻ്റെ കാര്യം എന്നുള്ളത്, ആ ചികിത്സ അതിൻ്റെ മുറയ്ക്ക് നടക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ കുടുംബാംഗങ്ങൾ തന്നെ പറയണം, അല്ലെങ്കിൽ വിദഗ്ധരായ ഡോക്ടർമാർ തന്നെ പറയണം. പക്ഷേ ഒരു വല്ലാത്തൊരു സാഹചര്യം, ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയെ ഇനി അന്നത്തെ ജനത അല്ലെങ്കിൽ കേരള രാഷ്ട്രീയ ചരിത്രം ഒക്കെ ഏറ്റവും അധികം അടയാളപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടിയും അതുപോലെ തന്നെ കൈയച്ച് നൽകിയ ചികിത്സാ സഹായവുമാണ്. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു വിചിത്രമായ അല്ലെങ്കിൽ ഒരു വൈരുദ്ധ്യം നിറഞ്ഞ ഒരു സാഹചര്യമാണ്. ഈ ഉമ്മൻചാണ്ടിക്ക് കൃത്യസമയത്ത് വേണ്ട ചികിത്സ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയെങ്കിലും ഉയരാൻ ആയത്. വളരെ സൂക്ഷിച്ചാണ് കോൺഗ്രസ് നേതാക്കൾ പോലും ഇതിനോട് പ്രതികരിക്കുന്നത്, അല്ലേ ഡാൻ? തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ AICC നേതൃത്വം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ ചെലവും ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തെ ജർമ്മനിയിലേക്ക് അയക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയത്. രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ബെന്നി ബെഹനാൻ MP അദ്ദേഹത്തെ അനുഗമിക്കാൻ നിർദ്ദേശം നൽകി. ആ പശ്ചാത്തലത്തിലാണ് തൊണ്ടയിലെ അർബുദബാധയുമായി ബന്ധപ്പെട്ട് ലേസർ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്നതിന് വേണ്ടി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ ജർമ്മനിയിലേക്ക് കൊണ്ടുപോയത്. അവിടെ അദ്ദേഹത്തിന് വിദഗ്ധമായ ചികിത്സ ലഭ്യമാക്കിയതിനു ശേഷം ലേസർ ശസ്ത്രക്രിയ വളരെ വിജയകരമായി പൂർത്തിയാക്കിയെന്നായിരുന്നു അന്ന് അവിടെ നിന്നുള്ള ഡോക്ടർമാരടക്കം പറഞ്ഞത്. തുടർന്ന് അതിന്റെ തുടർ ചികിത്സകൾ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് ബംഗളൂരുവിലായിരുന്നു. പക്ഷേ ബംഗളൂരുവിലേക്ക് തുടർച്ചയായി എത്തുന്നതിനുള്ള ചില പരിമിതികൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ അദ്ദേഹത്തിന് ചികിത്സ നിഷേധിക്കപ്പെട്ടു. തുടർ ചികിത്സകൾ അദ്ദേഹത്തിന് വിജയകരമായി നൽകാൻ കുടുംബങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന ആക്ഷേപമാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം പരസ്യമായി തന്നെ പ്രതികരണങ്ങളോടെ പങ്കുവച്ചത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് വിമാനത്തിൽ കയറി മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ കഴിയുന്ന ഒരു ശാരീരിക സ്ഥിതിയിലല്ല ഉമ്മൻചാണ്ടി ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നവരെ ഇവിടെ കേരളത്തിൽ തന്നെ വിദഗ്ധമായ ചികിത്സ നൽകിയതിനു ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് കുടുംബാംഗങ്ങൾ അടക്കം എത്തിയിരിക്കുന്നത് എന്ന സൂചനയാണ് ലഭിക്കുന്നത്. എന്തായാലും സർക്കാരിന് ലഭ്യമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതീവ ഗൗരവമായി തന്നെയാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായ ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ആരോഗ്യമന്ത്രിയോട് ആശുപത്രിയിലെത്തി അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം അടിയന്തരമായി വേണ്ട തുടർ നടപടികൾ സ്വീകരിക്കുക എന്നൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിലാണ് അല്പസമയം മുമ്പ് മന്ത്രി വീണ ജോർജ് നെയ്യാറ്റിൻകരയിലെ നിംസ് ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത്. ഇവിടെയുള്ള ഡോക്ടർമാരടക്കമുള്ള സംഘവുമായി വീണ ജോർജ് ചർച്ച നടത്തുകയാണ്. അതിനുശേഷം ഉമ്മൻചാണ്ടിയെ സന്ദർശിച്ച് അവർ പുറത്തേക്ക് എത്തി മാധ്യമങ്ങളെ കാണും എന്നാണ് കരുതുന്നത്.
തീർച്ചയായും എന്തായാലും വരും നിമിഷം തന്നെ എത്രയും പെട്ടെന്ന് വീണ ജോർജ് മാധ്യമങ്ങളെ കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പാർട്ടിക്ക് അകത്തും പുറത്തും വീറുറ്റ പോരാട്ടം നടത്തുന്ന അല്ലെങ്കിൽ നടത്തിയിരുന്ന ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് വിവാദങ്ങൾ പുത്തരിയല്ല. വിവാദങ്ങൾ അദ്ദേഹത്തെ വിടാതെ പിന്തുടരുന്നു, അല്ലെങ്കിൽ പല വിവാദങ്ങളും അദ്ദേഹം ക്ഷണിച്ചു വരുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിലൊന്നും കൂസാത്തയാള്. പക്ഷെ ഇതൊരു വല്ലാത്ത ഘട്ടത്തിലായിപ്പോയി, ആവശ്യമില്ലാത്തൊരു വിവാദം ആയിപ്പോയി എന്നൊരു തോന്നൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കിടയിൽ ഉണ്ട്. എന്തായാലും ഡാൻ അവിടെ തന്നെ തുടരും എന്ന് കരുതാം. ഡാൻ കുടുംബാംഗങ്ങളുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? ഡാൻ എന്തെങ്കിലും സൂചനകൾ ഇത് സംബന്ധിച്ചൊരു പ്രതികരണം ട്വിറ്ററിൽ മറ്റുമൊക്കെ ചാണ്ടി ഉമ്മൻ കുറിച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. ചാണ്ടി ഉമ്മൻ ചാണ്ടി ഉമ്മനുമായി നമുക്ക് ഇന്ന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അച്ചു ഉമ്മൻ അല്പസമയത്തിനകം നെയ്യാറ്റിൻകരയിലെ നിംസ് ആശുപത്രിയിലേക്ക് എത്തും എന്ന് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉമ്മൻചാണ്ടി സന്ദർശിച്ച ശേഷം തിരികെ ഇറങ്ങുകയാണ്. അവരുടെ പ്രതികരണത്തിൽ ബഹുമാനപ്പെട്ട CM നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ ഞാൻ ആശുപത്രിയിൽ സന്ദർശിച്ചത്. ഇന്നലെ CM അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്നു, മകനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് CM നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ വന്ന് സന്ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ മകളെ കണ്ടു. മറ്റ് ഇവിടെ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്ത ഡോക്ടേഴ്സിനെയും കണ്ടിട്ടുണ്ട്. അല്ല, ഇത് സംബന്ധിച്ച് ഇവിടെ ഹോസ്പിറ്റലിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് ഡോക്ടർ മഞ്ജു ആണ് ചെയർ ചെയ്യുന്നത്. മെഡിക്കൽ ബോർഡിൽ രൂപീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ നോക്കുന്നുണ്ട്. ബാക്കി അദ്ദേഹത്തിൻ്റെ മകളും മകനും ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ശരി. ആരോഗ്യമന്ത്രി വീണ ജോർജാണ് ഉമ്മൻചാണ്ടിയെ സന്ദർശിച്ച ശേഷം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നെഫ്രോളജി വിഭാഗം മേധാവി മഞ്ജു തമ്പിയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാരുടെ ഒരു മെഡിക്കൽ സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. അവരാണ് ഉമ്മൻചാണ്ടിയെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് വീണ ജോർജ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. മറ്റ് എങ്ങനെയുണ്ട് ആരോഗ്യസ്ഥിതി എന്നതടക്കമുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും അവർ കടന്നിട്ടില്ല. എന്തായാലും മെഡിക്കൽ ബോർഡിന് രൂപം നൽകിക്കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യസ്ഥിതി സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആരോഗ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ആരോഗ്യമന്ത്രി തന്നെ ഇവിടെ നേരിട്ടെത്തി ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഡാൻ, ഞങ്ങളും ഇതാണ് ശ്രദ്ധിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ചനുസരിച്ച് ഞാനിവിടെ വന്നു. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചു, ഡോക്ടർമാരെ കണ്ടു. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മകനുമായി സംസാരിച്ചതിനെ തുടർന്നാണ് എന്നോട് ആശുപത്രിയിൽ പോകണമെന്ന് ആവശ്യപ്പെട്ട് തുടങ്ങി. നമുക്കൊക്കെ ഏറെക്കുറെ അറിയാവുന്ന വളരെ പെരിഫറലായ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് രോഗത്തെക്കുറിച്ചോ രോഗത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചോ ആരോഗ്യനിലയെക്കുറിച്ചോ ചികിത്സയെക്കുറിച്ചോ ഒന്നും വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ആരോഗ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കപ്പെട്ടത്. വളരെ സൂക്ഷിച്ച് പ്രതികരിക്കുന്നത് കൊണ്ടാവാം ഇത്. എന്തായാലും ഡാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളും എന്താണ് പറയുക, ഡോക്ടർമാരുമായിട്ട് സംസാരിച്ചോ, ആരോഗ്യനില എങ്ങനെയുണ്ട്, തൃപ്തികരമാണോ, സ്റ്റേബിൾ ആണോ, അങ്ങനെയുള്ള ഒന്നും മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ നമുക്കറിയാൻ കഴിയുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ രാഷ്ട്രീയം ഒക്കെ മാറ്റിവെച്ച് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ളൊരു കൃത്യമായ നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നൽകിയിട്ടുണ്ട് എന്നും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഡാൻ, നമുക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? കുടുംബാംഗങ്ങളോ ഡോക്ടർമാരോ നമ്മളോട് സംസാരിക്കും വരെ ഇക്കാര്യത്തിലൊരു വ്യക്തത വരാനും ഇടയില്ല, അല്ലേ? അത് സംബന്ധിച്ച് ഈ നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മഞ്ജു തമ്പി അല്പസമയത്തിനകം ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കാം. അവരാണ് ഇന്നലെ മുതൽ ഉമ്മൻചാണ്ടി വിദഗ്ധമായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് മഞ്ജു തമ്പി. അവരിവിടെ എത്തി അദ്ദേഹത്തിന്റെ നിലവിലുള്ള ആരോഗ്യസ്ഥിതി എന്താണ് എന്ന് സംബന്ധിച്ച കൃത്യമായൊരു വിലയിരുത്തൽ അവർ നടത്തിയേക്കും. എന്തായാലും ഡോക്ടർ മഞ്ജു തമ്പി മാധ്യമങ്ങളെ കാണുകയാണ്.
കുഞ്ചാണ്ടി സാറിന് ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷനാണ്, ശ്വാസകോശ സംബന്ധമായ ഇൻഫെക്ഷനാണ്. അത് ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, റൗണ്ട് ദ ക്ലോക്ക് കെയർ കൊടുക്കുന്നുണ്ട്. വന്നപ്പോൾ ചെറിയ ശ്വാസം മുട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അതിനേക്കാളും ബെറ്ററാണ്. നമ്മൾ നോൺ ഇൻവേസീവ് വെന്റിലേഷൻ എന്ന് പറഞ്ഞ പ്രഷറിൽ ഓക്സിജൻ അകത്തേക്ക് കൊടുക്കുന്ന ആ ട്രീറ്റ്മെൻറ്റും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഈ സിറ്റുവേഷനിൽ ആരോഗ്യനില തൃപ്തികരമാണ്. എന്തായാലും നമുക്ക് ലഭ്യമായ വിവരങ്ങൾ സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മഞ്ജു തമ്പിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്, അദ്ദേഹം മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. നിലവിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഇപ്പോൾ ഡോക്ടർ മാധ്യമങ്ങളെ കണ്ട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതെ ഡാൻ, നോൺ ഇൻവേസീവ് വെന്റിലേഷൻ അതായത് സാധാരണഗതിയിലുള്ള വെന്റിലേറ്റർ അല്ല, പകരം അഡീഷണലായി കൃത്രിമമായി ഓക്സിജൻ നൽകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയും ശ്വാസകോശത്തിന് തന്നെ അസുഖം വരികയും ചെയ്ത് അവിടെ വന്ന സാഹചര്യത്തിലാണ് ഇത്. അപ്പോൾ തൽക്കാലം സ്റ്റേബിളാണ്, തൃപ്തികരമാണ് എന്നാണ് ഡോക്ടർ പറയുന്നത്. അല്ലേ, മറ്റാരെങ്കിലും അവിടെ എത്തിയിട്ടുണ്ടോ? മറ്റ് നേതാക്കളോ അല്ലെങ്കിൽ അണികളോ ആരെങ്കിലും? ഡാൻ, ഇതുവരെ നമുക്ക് അങ്ങനെ ആരെയും ഇവിടേക്ക് എത്തിയതായി കാണാൻ കഴിയില്ല. ഇന്നലെ തന്നെ കുടുംബാംഗങ്ങളടക്കം പറഞ്ഞിരുന്നു സന്ദർശകർക്ക് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ആശുപത്രിയിലേക്ക് ആരും എത്തേണ്ടതില്ല. എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ ഫോണിൽ കൂടി അത് അറിയിച്ചുകൊള്ളാം, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ മറ്റും തങ്ങൾ പിതാവിന്റെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട് എന്നൊരു നിലപാടിലായിരുന്നു മക്കളടക്കം ഉള്ളത്. എന്തായാലും അതുകൊണ്ടായിരിക്കാം മറ്റ് ആളുകളൊന്നും അധികമായി ആശുപത്രിയിലേക്ക് പാർട്ടി നേതാക്കളോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റാരുമോ ഇതുവരെ ഇവിടേക്ക് എത്തിയതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ മകൾ കൂടി വരാനുണ്ടായിരുന്നു, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഷീ ഈസ് ഓൺ ദ വേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്പസമയത്തിനകം അച്ചു ഉമ്മൻ കൂടി നെയ്യാറ്റിൻകരയിലെ നിംസ് ആശുപത്രിയിൽ എത്തും. അതിനുശേഷമായിരിക്കും എന്ത് തരത്തിലായിരിക്കണം, എങ്ങനെയായിരിക്കണം തുടർന്ന് ചികിത്സ ലഭ്യമാക്കേണ്ടത്, ഇവിടെ തന്നെ തുടരണമോ അതോ ബംഗളൂരുവിലേക്കോ അവിടെ നിന്ന് ദുബായിലേക്കോ ജർമ്മനിയിലേക്കോ കൊണ്ടുപോകണമോ എന്ന കാര്യത്തിലൊക്കെ ഒരു കൃത്യമായ തീരുമാനത്തിൽ എത്തുക. മകൾ കൂടി എത്തി കുടുംബാംഗങ്ങളുമായി കൂടിയാലോചിച്ച് ഡോക്ടർമാരുമായി സംസാരിച്ച ശേഷമാകും എന്ന സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ശരി, ഡാൻ അവിടെ തന്നെ തുടരുക. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ സ്റ്റേബിൾ ആണ് എന്നുള്ള ശുഭകരമായ വാർത്ത തന്നെയാണ് മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ ഡോക്ടർ, ഈ മെഡിക്കൽ ബോർഡ് ചെയർ ചെയ്യുന്ന ഡോക്ടർ മഞ്ജു തമ്പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വരും മണിക്കൂറുകളിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയുടെ പുരോഗതിയൊക്കെ വിലയിരുത്തിക്കൊണ്ടുള്ള മെഡിക്കൽ ബുള്ളറ്റിനുകളും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഡാനിലേക്ക് നമുക്ക് തിരികെ എത്താം. ഇപ്പോൾ എന്തായാലും ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. പ്രഭാത കേരളത്തിലേക്ക് നമ്മൾ തിരികെ എത്തുമ്പോൾ ന്യൂസ് 18ന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിലേക്കാണ് ഇനി കടക്കുന്നത്. കോഴിക്കോട്ട് നിന്നാണ്. മംഗലാപുരം ബൽത്തങ്ങാടിയിൽ PV അൻവർ MLAയുടെ ക്രഷർ യൂണിറ്റ് പ്രവർത്തിക്കുന്ന ഭൂമി കർണാടക സർക്കാരിൻ്റെതാണെന്ന രേഖകൾ. 2.5 കോടി രൂപയ്ക്ക് അൻവർ വാങ്ങിയ ഭൂമിയിലാണ് ക്രഷർ പ്രവർത്തിക്കുന്നതെന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് തട്ടിപ്പാണെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കർണാടക സർക്കാരിൽ നിന്ന് പാട്ടത്തിനെടുത്ത ഭൂമി ചൂണ്ടിക്കാട്ടിയാണ് അൻവർ 50 ലക്ഷം തട്ടിയതെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ രേഖ. ആദ്യം ന്യൂസ് 18 ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിലേക്ക്. ബൽത്തങ്ങാടി താലൂക്കിലെ മാൾഡോത്ത് കാരായിൽ പ്രവർത്തിക്കുന്ന ക്രഷർ യൂണിറ്റ് PV അൻവർ MLAയുടേതാണെന്ന് സാക്ഷ്യപ്പെടുത്തി 2021 ഡിസംബർ 28 ക്രൈംബ്രാഞ്ച് മഞ്ചേരി CJM കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടാണിത്. കാസർഗോഡ് സ്വദേശി K ഇബ്രാഹിമിൽ നിന്ന് 2011 നവംബറിൽ അൻവർ 2.5 കോടിക്ക് വാങ്ങിച്ചതാണ് ക്രഷർ നിൽക്കുന്നതുൾപ്പെടെ 26 ഏക്കർ സ്ഥലമെന്നും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലുണ്ട്. എന്നാൽ അൻവറിന് ക്രഷർ നടത്താൻ കർണാടക സർക്കാർ നൽകിയ അനുമതി ഇങ്ങനെയാണ്.
മാൽഡോത്തുള്ള ഒരേക്കർ 60 സെന്റ് സ്ഥലം PV അൻവറിന് ക്രഷർ നടത്താൻ പാട്ടവ്യവസ്ഥയിൽ നൽകിയതാണെന്ന് ദക്ഷിണ കന്നഡ ജില്ലാ സ്റ്റോൺ ക്രഷർ അതോറിറ്റി ചെയർമാൻ നൽകിയ ഉത്തരവിലുണ്ട്. തണ്ണീരുബന്ധ പഞ്ചായത്തിന്റെ റിപ്പോർട്ടും അൻവറിന്റെ ക്രഷർ ഉള്ളത് പാട്ടഭൂമിയിലാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. തുർക്കളികെ ക്രഷർ യൂണിറ്റ് നടത്തിയിരുന്നത് K ഇബ്രാഹിം ആയിരുന്നു. പിന്നീട് KE സ്റ്റോൺ ക്രഷർ എന്ന പേരിൽ PV അൻവർ MLA ഭൂമി പാട്ടത്തിനെടുക്കുകയായിരുന്നു. ഈ ക്രഷർ യൂണിറ്റ് കാണിച്ചാണ് അൻവർ മലപ്പുറം സ്വദേശി നടുത്തൊടി സലീമിൽ നിന്ന് 50 ലക്ഷം തട്ടിയത്. അൻവറിന് അനുകൂലമായി റിപ്പോർട്ട് തയ്യാറാക്കിയത് ക്രൈംബ്രാഞ്ച് മലപ്പുറം DYSP ആയിരുന്ന വിക്രമന്റെ നേതൃത്വത്തിലാണ്. കർണാടക സർക്കാരിന്റെ ഭൂമി തന്റെ ഭൂമിയാണെന്ന് കാണിച്ചാണ് PV അൻവർ MLA തട്ടിപ്പ് നടത്തിയത്. MLAയുടെ തട്ടിപ്പിന് ക്രൈംബ്രാഞ്ചും കൂട്ടുനിന്നുവെന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. S വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. എന്തായാലും ഈ വാർത്തകൾ, തട്ടിപ്പുകളുടെ വാർത്ത കേട്ടാൽ നമുക്ക് വെറുതെ ഞെട്ടാം, അല്ലെങ്കിൽ പാവം ജനങ്ങൾ ഞെട്ടാം എന്നല്ലാതെ അൻവറിന് കുലുക്കമുണ്ടാവാൻ സാധ്യതയില്ല. ഇന്ന് ഇതിന് പ്രതികരണമായി അദ്ദേഹം എന്ത് തമാശയാവും ഫേസ്ബുക്കിൽ കുറിക്കുക എന്ന് നമുക്ക് നോക്കാം. പക്ഷേ വിനേഷ് കുമാർ, ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ വിനേഷ് കുമാർ നമ്മളോടൊപ്പം ചേരുകയാണ് കോഴിക്കോട് നിന്ന്. വിനേഷിനോടാണ് നമുക്ക് ചോദിക്കേണ്ടത്. വിനേഷ്, ഞെട്ടിക്കുന്ന വിവരമാണ്, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരമാണ്. ഇതേ ഭൂമി പണയം വെച്ച അല്ലെങ്കിൽ ഈട് നൽകിയാണോ ഇദ്ദേഹം വായ്പ എടുത്തിരിക്കുന്നത്? അതാണോ ഈ വാർത്തയിൽ പറയുന്ന 50 ലക്ഷത്തിന്റെ കണക്ക്? അതുപോലെ തന്നെ ഈ മൊത്തം സംവിധാനത്തെയും നോക്കുകുത്തിയാക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. എന്തൊക്കെയാണ് ഇതിന്റെ മറ്റ് വിശദാംശങ്ങൾ? എന്താണ് ഈ തട്ടിപ്പിന്റെ ഒരു നാൾ വഴി? വിനേഷ്, ഗുഡ് മോർണിംഗ് പ്രദീപ് ആൻഡ് ആര്യ. എന്തായാലും PV അൻവറിൻ്റെ തട്ടിപ്പുകൾ പുതിയ കാര്യമല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ED അൻവറിനെ 2-3 ദിവസം മണിക്കൂറുകളോളം ചോദ്യം ചെയ്തത് ഈ ബെൽത്തങ്ങാടിയിലുള്ള ക്രഷർ യൂണിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇതിൽ കള്ളപ്പണം ഇറങ്ങി എന്നുള്ളൊരു സംശയം, ഒരു പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. പക്ഷേ അതിലെ മറ്റൊരു തട്ടിപ്പാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. അതായത് ഇവിടെ 26 ഏക്കർ ഭൂമി തനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ PV അൻവർ MLA മലപ്പുറം സ്വദേശിയായ നടുത്തടി സലീമിൽ നിന്ന് 50 ലക്ഷം രൂപ വാങ്ങിച്ചത്. ഇതിൽ അവകാശം, അതായത് പങ്കാളിത്തം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നീടാണ് 2015 ഇതിൽ നിന്ന് ലാഭമൊന്നും കിട്ടാതെ ആയപ്പോഴാണ് സലീം പരാതിയുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ ഭൂമി പിന്നീടാണ് ഇത് K ഇബ്രാഹിം എന്ന് പറഞ്ഞ ആളുടെ കൈവശമാണ് ഈ ഭൂമി. അതായത് കൈവശമല്ല, അയാൾ പാട്ടത്തിന് ക്രഷർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ തുർക്കളികെ ക്രഷർ യൂണിറ്റ് എന്ന പേരിൽ എന്ന് പിന്നീടാണ് മനസ്സിലാവുന്നത് സലീമിന്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് അൻവർ KE സ്റ്റോൺ ക്രഷർ എന്ന പേരിലേക്ക് ഈ സ്ഥലം, അതായത് ഈ ഭൂമി അൻവർ പാട്ടത്തിനെടുത്ത് നടത്തുകയായിരുന്നു. യഥാർത്ഥത്തിൽ അൻവറിന് ഇവിടെ ഈ 26 ഏക്കർ പോയിട്ട് 1 ഏക്കർ പോലും ഭൂമിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇതിലെടുത്തു പറയേണ്ട കാര്യം. പക്ഷേ അൻവർ ഈ നടത്തിയിരിക്കുന്ന തട്ടിപ്പെല്ലാം തന്നെ ഇവിടുത്തെ ഭൂമി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾക്ക് ലഭിച്ച രേഖകൾ അനുസരിച്ചാണെങ്കിൽ ഇത് തണ്ണീരുബന്ധ പഞ്ചായത്തിൽ വരുന്ന സ്ഥലമാണ്. കാരായ എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഈ സ്ഥലം 1 ഏക്കർ 60 സെന്റ് സ്ഥലം മാത്രമാണുള്ളത്. ഇത് ക്രഷർ നടത്താൻ വേണ്ടി കർണാടക സർക്കാർ പാട്ടത്തിന് കൊടുത്തു എന്നാണ് ഈ രേഖകൾ പറയുന്നത്. പക്ഷേ അൻവർ നടത്തിയിരിക്കുന്നത് വലിയ തട്ടിപ്പാണ്. നമുക്കറിയാം, നമുക്കിതിലുള്ളൊരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഭൂമി ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് ഇത് എൻ്റെ ഭൂമിയാണ്, ഇതിൽ നിന്ന് ഇത്ര രൂപ തന്നു കഴിഞ്ഞാൽ ഇതിൽ പങ്കാളിത്തം തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏറ്റവും ഫ്രോഡായ ആളുകളും അല്ലെങ്കിൽ അത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന ഒരു നിലവാരത്തിലേക്ക് കേരളത്തിൽ ഒരു MLA തരം താഴ്ന്നു എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. അയാളുടെ തട്ടിപ്പുകൾ പുതിയ കാര്യമല്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായി അയാൾ നടത്തുന്ന തട്ടിപ്പുകളും നിയമലംഘനങ്ങളും എല്ലാം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇത് അതിലും വലിയൊരു കാര്യമാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിലും വലിയൊരു തട്ടിപ്പാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഈ തട്ടിപ്പിന് ക്രൈംബ്രാഞ്ച് കൂട്ടുപിടിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അവിടെ ഈ ക്രഷർ യൂണിറ്റ് നടത്താനായിട്ട് കർണാടക സർക്കാരിന്റെ അനുമതി പത്രം അദ്ദേഹത്തിനുണ്ട്, അല്ലെ? ക്രഷർ യൂണിറ്റ് നടത്താനായി രേഖാമൂലം തന്നെ പാട്ടത്തിന് നൽകിയിരിക്കുകയാണ്. പക്ഷെ ആ ഭൂമിയാണ് തൻ്റേത് എന്ന് അവകാശപ്പെട്ട് മറ്റൊരാളിൽ നിന്ന് അദ്ദേഹം 50 ലക്ഷം രൂപ വാങ്ങിയത്. അപ്പോൾ ഈ പണത്തിന്റെ വരവും അതിന്റെ ഉറവിടവും ഒക്കെ ആവാം EDയെ ഇതിലേക്ക് ആകർഷിച്ചത്, അല്ലേ?
തീർച്ചയായും പ്രദീപ് അങ്ങനെ തന്നെയാണ്. ഇയാൾക്ക് 5 വർഷത്തിനാണ് ഇപ്പോൾ ഇത് പാട്ടകാലാവധി 5 വർഷമാണ്. 2018 ഇത് സംബന്ധിച്ചുള്ള 2018 മാർച്ചിലാണ് ഇത് പാട്ടത്തിനെടുത്തത് ഈ ഭൂമി നടത്താൻ. ഇതിപ്പോൾ ഈ 2023 മാർച്ച് 31 അൻവറിന്റെ ഈ പാട്ടകാലാവധി കഴിയും. ഒരുപക്ഷെ അൻവറിന് പുതുക്കി ലഭിക്കുമോ അല്ലെങ്കിൽ ലഭിക്കാതിരിക്കുമോ എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും ഈ ഭൂമി പൂർണ്ണമായും കർണാടകയുടെയാണ്. കർണാടകയിൽ നിന്ന് ഈ പ്രദേശം, അതായത് ഈ സർവേ നമ്പറിൽ പറയുന്ന സ്ഥലമെല്ലാം തന്നെ സർക്കാരിന്റെ ഭൂമിയാണ്. ഇവിടെ ഒരിക്കലും അൻവറിന് സർക്കാർ ഭൂമി കിട്ടാൻ സാധ്യതയില്ല. ഒന്നില്ലെങ്കിൽ കയ്യേറണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ സ്വന്തമാക്കണം. ആ നിലവിലെ സാഹചര്യത്തിൽ ഇത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തൊന്നും അൻവറിന് സർക്കാരിന്റെ ഭൂമി പണം കൊടുത്ത് വാങ്ങാനുള്ള ഒരു സാധ്യതയുമില്ല ഈ സർവേ നമ്പറിൽ. പക്ഷേ ഈ സർവേ നമ്പർ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ക്രൈംബ്രാഞ്ച് ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തത്. എന്തടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. കാരണം ക്രൈംബ്രാഞ്ച് പോലുള്ള ഒരു അന്വേഷണ സംവിധാനമാണ് ഇത്തരത്തിൽ അൻവറിന് വേണ്ടി തരം താഴ്ന്ന ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. അതായത് 2021 ഇത് സംബന്ധിച്ച് മഞ്ചേരി CJM കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് അൻവറിന് ഇവിടെ 26 ഏക്കർ സ്ഥലമുണ്ട്, ഇയാളും നടുത്തടി സലീമും 2 പാർട്ട്ണർമാർ തമ്മിലുള്ള പ്രശ്നം മാത്രമാണ്, അത് അത്ര ഗൗരവമുള്ളതല്ല എന്നായിരുന്നു കോടതിയെ അറിയിച്ചിരുന്നത്. ആ റിപ്പോർട്ടിൽ 26 ഏക്കർ എന്ന് അൻവറിന് ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ പരിശോധിക്കുമ്പോൾ, കർണാടകയിൽ നിന്നുള്ള രേഖകൾ പരിശോധിക്കുമ്പോൾ അൻവറിന് 1 സെന്റ് സ്ഥലം പോലും അവിടെ സ്വന്തമായില്ല. പകരം അൻവർ സർക്കാർ ഭൂമി ചൂണ്ടിക്കാണിച്ചാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇതിന് ക്രൈംബ്രാഞ്ച് കൂട്ടുനിന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. പ്രദീപ്. ശരി, എസ് വിനേഷ് കുമാറാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ വിനേഷ് കുമാറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. വിനേഷ്, ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ തുടർന്നുള്ള മണിക്കൂറുകളിൽ ന്യൂസ് റൂം ലൈവിലും ഒക്കെ പ്രതീക്ഷിക്കുന്നു. നമുക്ക് തലസ്ഥാനത്തെ ഒരു പോലീസ് വാർത്തയിലേക്ക് കൂടി പോകാം. പലപ്പോഴും നമ്മൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലിയൊക്കെ കാണുമ്പോൾ എത്ര ദുരിതപൂർണ്ണമാണെന്ന് ചില ഘട്ടങ്ങളിലെങ്കിലും നമ്മൾക്ക് തോന്നിപ്പോകും. ഒരു ഭാഗത്ത് ഈ പറയുന്ന പോലുള്ള ക്രിമിനൽ ബന്ധം, ഗുണ്ടാ ബന്ധം ഒക്കെ ആരോപിക്കുമ്പോഴും അതൊരു മൈനോറിറ്റിയാണ്, തികഞ്ഞ ന്യൂനപക്ഷം മാത്രമാണ്. നമ്മൾ കാണുന്ന പോലീസ് ആരാണ്? അത് വെളുപ്പിന് നമ്മൾ പോകുമ്പോൾ ആ തണുപ്പത്തും, ഉച്ചയ്ക്ക് നമ്മൾ പോകുമ്പോൾ ആ ചൂടത്തും, മഴ പെയ്യുമ്പോൾ ആ മഴയത്തും നിൽക്കുന്ന പോലീസാണ് യഥാർത്ഥ പോലീസ്. മറ്റുള്ളവരൊക്കെ ഇതിന്റെ അകത്ത് ഒരു ചെറിയ മാഫിയ ഉണ്ടാക്കി അല്ലെങ്കിൽ ഗൂഢസംഘം ഉണ്ടാക്കി പിഴച്ചു പോകുന്ന അല്ലെങ്കിൽ വഴിപിഴച്ചു പോയ ഒരു വിഭാഗത്തിന് തന്നെ ആ ഒരു പേരിന് തന്നെ കളങ്കപ്പെടുത്തുന്ന, തീർച്ചയായിട്ടും അവർ വളരെ ചെറിയ വിഭാഗം എന്ന് തന്നെ പറയാം. എന്തായാലും അത്തരത്തിൽ അമിത ഭാരത്തിന്റെ പോലീസ് വിഭാഗത്തിന്റെ ഒരു ജോലി ഭാരത്തിന്റെ ഒരു വാർത്ത കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. തിരുവനന്തപുരത്തെ വഞ്ചൂർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥയാണ് ഇത്തരത്തിൽ ഒരു ദുരനുഭവം അവർക്ക് ഉള്ളത്. കോടതി ശിക്ഷിച്ച കുറ്റവാളിക്കൊപ്പം ബൂട്ട് ധരിക്കാൻ പോലും ആകാത്ത കാലുമായി വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ജോലി ചെയ്യുകയായിരുന്നു. ആകെയുള്ള 6 വനിതാ പോലീസുകാരിൽ 2 പേർ പോക്സോ കോടതി ഡ്യൂട്ടിയിലാണ്, ഒരാൾ പ്രസവ അവധിയിലുമാണ്. ഇത്തരത്തിൽ വേണ്ട വിധത്തിലുള്ള ജീവനക്കാരുടെ ക്ഷാമം എന്നും പറയുന്നതാണ്. ആവശ്യത്തിന് പോലീസുകാരില്ല എന്നുള്ള പരാതി എന്ന് ഉയരണം. എന്തായാലും ആ ഒരു ദുരിതം നിറഞ്ഞ ഒരു ഡ്യൂട്ടിയുടെ കാഴ്ച ഒന്ന് കാണാം. പോലീസിലെ ക്രിമിനലുകൾക്കെതിരെയുള്ള ആഭ്യന്തര വകുപ്പ് നടപടി പ്രശംസനീയമാണ്. എന്നാൽ സേനയിലെ ആൾക്ഷാമവും അമിത ജോലിഭാരവും പരിഹരിക്കാൻ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത്? വഞ്ചൂർ സ്റ്റേഷനിൽ ആകെയുള്ളത് 6 വനിതാ പോലീസുകാർ. ഇതിൽ 2 പേർ സ്ഥിരമായി 2 പോക്സോ കോടതികളിലായി ഡ്യൂട്ടിയിലാണ്. ഒരാൾ പ്രസവ അവധിയിൽ, മറ്റുള്ളവർക്ക് ക്രമമനുസരിച്ച് നൈറ്റ് പാറാവ് ഡ്യൂട്ടിയുണ്ട്. സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് പുറമെ കൺട്രോൾ റൂം ഡ്യൂട്ടിക്ക് 1 ദിവസമെങ്കിലും പോകണം. മാസം 2 ദിവസമെങ്കിലും പിങ്ക് പട്രോളിൻ്റെ ഭാഗമാകണം. പിങ്ക് പട്രോളിംഗ് ഇപ്പോൾ രാത്രിയും ഏർപ്പെടുത്തിയപ്പോൾ ഒരാളെപ്പോലും അധികമായി ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടില്ല. വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ആഗ്നസിനാണ് പോക്സോ കേസിൽ 7 വർഷത്തേക്ക് കോടതി ശിക്ഷ വിധിച്ച ട്രാൻസ്ജെൻഡറിനൊപ്പം പരിക്കേറ്റ കാലുമായി സുരക്ഷ പോകേണ്ടി വന്നത്. കാലിന് പരിക്കുള്ളതിനാൽ പോക്സോ കോടതിയിലെ ഡ്യൂട്ടിക്കാണ് സ്റ്റേഷനിൽ നിന്ന് ആഗ്നസിനെ നിയോഗിച്ചിട്ടുള്ളത്. ആൾക്ഷാമം കാരണം ആഗ്നസ് സ്വമേധയാ ഡ്യൂട്ടി എടുത്തു പോവുകയായിരുന്നു എന്നാണ് അറിയുന്നത്. ഒരു സ്റ്റേഷനിൽ മാത്രമല്ല, പല സ്റ്റേഷനുകളിലും ആൾക്ഷാമം പ്രശ്നം തന്നെയാണ്. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. ഓക്കെ, VV വിനോദിന്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോ ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്, പക്ഷേ പ്രഭാതകൾ അവസാനിക്കുന്നില്ല, വാർത്തകളും. അതെ, ഇടവേളയ്ക്ക് ശേഷം നമുക്ക് കൂടുതൽ ഇന്റർനാഷണൽ വാർത്തകളിലേക്ക് തിരികെ എത്താം. മനുഭരത്തിനൊപ്പം. പ്രഭാത കേരളത്തിലേക്ക് തിരികെ എത്തുമ്പോൾ നമ്മൾ ഇനി ഇന്റർനാഷണൽ രാജ്യാന്തര നിലവാരമുള്ള തിരുവനന്തപുരം ടെക്നോപാർക്ക് ക്യാമ്പസിലാണ് ഞങ്ങളുള്ളത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മനു ഭരത് നമ്മളോടൊപ്പം ചേരുകയാണ്. സ്വാഭാവികമായിട്ടും തുർക്കി സിറിയ അതിർത്തിയിലുണ്ടായ ഭൂചലനങ്ങൾ തന്നെയാവും രാജ്യാന്തര തലത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന വാർത്ത അല്ലേ? എന്തൊക്കെയാണ് ഇന്റർനാഷണൽ വിശേഷങ്ങൾ
മനു ഭരത്. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പ്രദീപ്, ഗുഡ് മോർണിംഗ് ആര്യ. ഇന്ന് വളരെ നല്ലൊരു ദിനം ആശംസിക്കുന്നു. പക്ഷേ ഈ തുർക്കിയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ നമ്മളെ വളരെ വേദനിപ്പിക്കുന്നതാണ്. ഏതായാലും ഈ ആഗോള വാർത്തകൾ വിശദമായി നോക്കാം. തുർക്കിയിലും സിറിയയിലുമായി ഉണ്ടായിട്ടുള്ള ഈ ഭൂചലനം വലിയ തോതിലാണ് അവിടുത്തെ ജനജീവിതത്തെ ബാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഉണ്ടായ 3 ഭൂചലനങ്ങൾ, അതായത് ആദ്യം ഈ റിക്ടർ സ്കെയിലിൽ ഉണ്ടായ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം, പിന്നീട് 7.6ഉം 6.6ഉം തീവ്രത രേഖപ്പെടുത്തിയ തുടർ ഭൂചലനങ്ങൾ ആണ് ഈ സിറിയയും അതുപോലെ ഈ തുർക്കിയെയും വലിയ തോതിൽ ബാധിച്ചിരിക്കുന്നത്. 4000 പേര് എങ്കിലും മരിച്ചിട്ടുണ്ട് എന്നാണ് അസോസിയേറ്റ് പ്രസ് ഏറ്റവും ഒടുവിൽ പുറത്തുവിടുന്ന വിവരം. മരണസംഖ്യ ഇനിയും വളരെ വലിയ തോതിൽ വർദ്ധിക്കാം എന്ന ഒരു ആശങ്കയും ഈ അസോസിയേറ്റ് പ്രസ് പുറത്തുവിടുന്നുണ്ട്. 5000-ഓളം വീടുകൾ തകർന്നിരിക്കുന്നു, 11,000-ലധികം ആളുകൾ പരിക്കേറ്റിരിക്കുന്നു, പലരുടെയും പരിക്ക് ഗുരുതരമാണ് എന്ന വിവരങ്ങളും ആണ് തുർക്കിയിൽ നിന്ന് പുറത്തു വരുന്നത്. തുർക്കിയുടെ ഒരു പ്രത്യേക സവിശേഷത നമുക്ക് അറിയാം. അതിൻ്റെ ഒരു ഭൂഘടന നമുക്കറിയാം. അത് ഈ അനറ്റോളിയൻ ഈ ടെക്ടോണിക് പ്ലേറ്റിലാണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. അതിന് നടുവിൽ ഈ പാറകൾക്കിടയിലുള്ള ഒരു വിടവ് ഈ പ്രകൃതിയിലുണ്ട്. അതിന് ഫോൾട്ടുകൾ എന്നാണ് പറയുന്നത്. അത്തരം ഒരു ഫോൾട്ടിൻ്റെ അതിർത്തിയിലാണ്, 2 പ്രധാന ഫോൾട്ടുകളുടെ അതിർത്തിയിലാണ് ഈ തുർക്കി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായ ഭൂകമ്പം വലിയ പ്രഹരമാണ് ജനജീവിതത്തിന് ഏൽപ്പിച്ചിരിക്കുന്നത്. ഏതായാലും സഹായ വാഗ്ദാനങ്ങളുമായി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നു എന്നതാണ് നമുക്കൊരല്പം ആശ്വാസം തരുന്നത്. ജോ ബൈഡൻ ഇത് സംബന്ധിച്ച് അമേരിക്ക സഹായം വാഗ്ദാനം ചെയ്യുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഹ്യൂമാനിറ്റേറിയൻ ഗ്രൂപ്പ്സ്, മാനുഷിക മൂല്യങ്ങൾക്ക് വില നൽകുന്ന സംഘങ്ങളൊക്കെ ഈ അമേരിക്കയുടെ അഭ്യർത്ഥന മായി രംഗത്ത് വരണം എന്നാണ് ജോ ബൈഡൻ വ്യക്തമാക്കുന്നത്. അതേസമയം പെൻറ്റഗണും ഒക്കെ തുർക്കിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ 79 അംഗം ഉള്ള ഒരു റിസർച്ച് ആൻഡ് റെസ്ക്യൂ ടീമിനെ അമേരിക്ക അങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നു. ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി, കാനഡ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം സഹായഹസ്തങ്ങളുമായി തുർക്കിയെയും സിറിയയും സമീപിക്കുന്നുണ്ട്. സിറിയ പക്ഷേ ഈ ആഭ്യന്തര യുദ്ധവും മറ്റ് പ്രശ്നങ്ങളും കാരണം അവിടേക്കുള്ള നയതന്ത്ര ബന്ധം പല രാജ്യങ്ങൾക്കും അത്ര സുഗമമല്ല. അതുകൊണ്ട് തന്നെ അവിടേക്കുള്ള സഹായങ്ങളുടെ കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. ഈ സിറിയയിൽ ഒരു വലിയ പ്രശ്നമുണ്ടായിരിക്കുന്ന അവിടെ ഈ അലപ്പോ എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിലാണ് ഈ ഭൂകമ്പം വലിയ തോതിൽ ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആഭ്യന്തര കലാപം കാരണം വീട് നഷ്ടമായ ആളുകളൊക്കെയാണ് അലപ്പോയിൽ താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് ഉണ്ടായ ഒരു 2ാമത്തെ കനത്ത പ്രഹരം എന്ന തരത്തിലാണ് അവിടെ ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഈ ഭൂകമ്പം അവരെ ബാധിച്ചിരിക്കുന്നത്. അതിൽ 10 പ്രവിശ്യകളോളം ആണ് ഈ ഭൂകമ്പത്തിൻ്റെ ഒരു പ്രഭാവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു പക്ഷേ തുർക്കിയെ ഇതിന് മുമ്പ് ഇതുപോലെയൊരു ഭൂകമ്പം ബാധിച്ചത് വളരെ മുമ്പാണ്. 1939 സമാനമായ രീതിയിൽ ഒരു ഭൂകമ്പം തുർക്കിയിൽ ഉണ്ടായത്. അന്ന് പക്ഷേ കുറെ കൂടെ തീവ്രത കൂടിയതായിരുന്നു. 33,000 പേർ അന്ന് കൊല്ലപ്പെട്ട ഒരു ഭൂകമ്പമാണ്. അപ്പോൾ ഈ എർദോഗാൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് അതാണ്. അപ്പോൾ ആ 1939 ആ ഭൂകമ്പത്തിന് ശേഷം ഒരു ചരിത്രത്തിലെ ഒരു ഏറ്റവും വലിയൊരു ദുരന്തമാണ് തുർക്കിയിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് അവിടുത്തെ അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ കഴിഞ്ഞ 2020 ചെറിയ ഭൂകമ്പം തുർക്കിയിൽ ഉണ്ടായിരുന്നു. അവിടെ അന്ന് പക്ഷേ 22 പേരാണ് അന്ന് തുർക്കിയിൽ കൊല്ലപ്പെട്ടത്, ഭൂകമ്പത്തിൽ മരിച്ചത്. അപ്പോൾ പക്ഷേ ഇത് വളരെ തീവ്രത കൂടിയ ഒരു ഭൂകമ്പമായിരിക്കുന്നു. അത് വലിയ പ്രത്യാഘാതങ്ങൾ അവരുടെ ജനജീവിതത്തിലുണ്ടായിരിക്കുന്നത്. ഇതാണ് അന്തർദേശീയ രംഗത്തു നിന്നുള്ള ഒരു പ്രധാന വാർത്ത. മറ്റൊന്ന് പാകിസ്ഥാനിൽ നിന്നാണ്. അവിടെ ഈ വിക്കിപീഡിയ നേരത്തെ പാകിസ്ഥാൻ ബ്ലോക്ക് ചെയ്തിരുന്നു, അത് നിരോധിച്ചിരുന്നു. മതനിന്ദയുടെ പേരിലാണ് ആ നിരോധനം ഏർപ്പെടുത്തിയത്. എന്നാൽ ഇപ്പോൾ ആ നിരോധനം പിൻവലിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നു. നിരോധനം നിറഞ്ഞുള്ള ഉള്ളടക്കം, നിരോധനത്തിന് കാരണമായിട്ടുള്ള ഉള്ളടക്കം മാറ്റാൻ വിക്കിപീഡിയ തയ്യാറായ സാഹചര്യത്തിൽ നിരോധനം പിൻവലിച്ചതായാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി ഇത് സംബന്ധിച്ചുള്ളൊരു പ്രസ്താവന ട്വീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ടെലികമ്മ്യൂണിക്കേഷൻ അതോറിറ്റിക്ക് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകിയതായാണ് വിവരം. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന അന്താരാഷ്ട്ര വാർത്തകൾ. പക്ഷേ പൊതുവാർത്തകൾ അവസാനിക്കുന്നില്ല. പ്രദീപിലേക്കും ആര്യയിലേക്കും. താങ്ക് യു മനു. ഒട്ടനവധി വാർത്തകൾ ഉണ്ടെന്നറിയാം, പക്ഷേ സമയക്കുറവ് മൂലം ഇന്റർനാഷണൽ സെഗ്മെന്റും ചുരുക്കുന്നു. തുടർന്നുള്ള ബുള്ളറ്റിനുകൾ അതുണ്ടാവാം.
മറ്റൊരു ബ്രേക്കിംഗ് ന്യൂസിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകേണ്ടതുണ്ട്. കളമശ്ശേരി കൊച്ചിയിലേക്ക് വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അനിൽകുമാറിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് ഈ നിമിഷം വരുന്ന ഈ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് തയ്യാറാക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഒരുക്കങ്ങൾ അനിൽകുമാർ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നുവെന്നും ബർത്ത് ഫോം ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു ജീവനക്കാരിക്ക് അയച്ച വാട്സ്ആപ്പ് സന്ദേശമാണ് ഇപ്പോൾ അനിൽകുമാറിനെതിരായ തെളിവായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഡാനി, കൂടുതൽ തെളിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതൊരു ഓർഗനൈസ്ഡ് പ്ലാൻഡ് ക്രൈം അല്ലെങ്കിൽ കുറ്റകൃത്യമാണെന്നുള്ള സൂചനകളല്ലേ ഇത് നൽകുന്നത്? തീർച്ചയായും പ്രദീപ്, ആ രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന തെളിവുകളിൽ നിന്ന് നമുക്ക് അനുമാനിക്കേണ്ടത്. കാരണം കുട്ടി ജനിക്കുന്നത് ഔദ്യോഗിക രേഖകൾ പ്രകാരം 22 രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് എന്നുള്ളത്. തൊട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവർ ഇതിനു വേണ്ടി വ്യാജ സർട്ടിഫിക്കറ്റിന്റെ നിർമ്മിതിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിയെന്നാണ്. തൊട്ട് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ആശുപത്രിയിലെ ഈ ജനന മരണ വിഭാഗം രജിസ്റ്റർ കൈകാര്യം ചെയ്ത എൻ രഹനയോട് ഇപ്പോൾ അവർ ആദ്യം പരാതിക്കാരി, ഇപ്പോൾ രണ്ടാമത് അവരുടെ പേരിലും കൂടി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർക്കയച്ച വാട്സപ്പ് സന്ദേശമാണ് വന്നിരിക്കുന്നത്. കുട്ടികളുടെ മാതാപിതാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവരുടെ കുട്ടിയുടെ ബർത്ത് ഫോം അയക്കാനാണ് ആവശ്യപ്പെട്ടത്. അത് വളരെ ബുദ്ധിപൂർവമായിട്ട് മറ്റൊരു ജീവനക്കാരിയുടെ ഫോണിൽ നിന്നാണ് അയച്ചിരിക്കുന്നത്. അവർ അപ്പോൾ രഹന ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇതെന്ന് ചോദിക്കുമ്പോൾ അതിൽ മറുപടിയായി പറയുന്നത് അനിൽ സാർ പറഞ്ഞിട്ടാണ്, അനിൽ സാറിന്റെ ഒരു ബന്ധുവിന്റെ ആണ് ഇത്, അവർക്ക് അഡ്രസ്സ് തിരുത്താനുണ്ട് എന്ന് പറയുന്നു. ശരി, അയക്കാം എന്ന് പറഞ്ഞ് ആ ബർത്ത് ഫോം അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. തുടക്കത്തിൽ അത് വളരെ നിസ്സാരമായി തോന്നുന്ന ഒരു കാര്യം മാത്രമായിരുന്നു. പക്ഷെ ഇത് ക്രൈമിലേക്ക് വരുമ്പോഴാണ് ഇത് വളരെ ആസൂത്രിതമായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ തുടക്കം മുതൽ തന്നെ ചെയ്ത് തുടങ്ങിയിരുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് അന്വേഷണ സംഘവും അനുമാനിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ വളരെ ഓർഗനൈസ്ഡ് ആയ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അനിൽകുമാർ ശ്രമിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ വാട്സപ്പ് സന്ദേശം അയക്കുന്നത് പോലും അദ്ദേഹത്തിന്റെ കീഴിലുള്ള മറ്റൊരു ജീവനക്കാരിയുടെ മൊബൈലിൽ നിന്നാണ് അയക്കുന്നത്. അപ്പോൾ പോലും അതിൽ പോലും ഒരു കരുതൽ സ്വീകരിച്ചുകൊണ്ടായിരുന്നു ഇത് ചെയ്തിരുന്നത്. പക്ഷെ ഇവർ രഹന കൃത്യമായി ചോദിക്കുന്നു ഇത് ആർക്ക് വേണ്ടിയാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ അതിൽ മറുപടി പറയുന്നുണ്ട് അനിൽകുമാർ സാറിന് വേണ്ടിയാണ്, അദ്ദേഹം പറഞ്ഞിട്ടാണ്, വേഗം ഫോട്ടോ ഇടൂ എന്ന് പറയുന്നു. ഇവർ ആ ഫോട്ടോ അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിന് അനുസൃതമായിട്ടുകൊണ്ട് ഈ രേഖകൾ പിന്നീട് ചമയ്ക്കപ്പെട്ടു എന്നാണ് അന്വേഷണ സംഘം അനുമാനിക്കുന്നത്. അത് കൃത്രിമമായി ഇനി അതിൽ വ്യാജ സീലും ഒപ്പം എല്ലാം തന്നെ ഇദ്ദേഹം തന്നെ ഉണ്ടാക്കി ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അന്വേഷണത്തിലേക്ക് വരുന്നത്. എന്തായാലും ഇതിൽ അനിൽകുമാറിന്റെ പങ്കാണ് ഓരോ ദിവസവും കൂടുതൽ പുറത്തേക്ക് വരുന്നത്. ഇന്ന് അനിൽകുമാർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് സെഷൻസ് കോടതി മുമ്പാകെ വരികയും ചെയ്യുന്നുണ്ട്. പ്രദീപ്, അപ്പോൾ ഡാനി, ഈ അന്വേഷണം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ച സൂചനകളാണ് ഇത് നൽകുന്നത്. എന്തായാലും വാർത്തകൾ അവസാനിക്കുന്നില്ല. പക്ഷേ പ്രഭാത കേരളം തൽക്കാലം ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റു വാർത്തകൾ ന്യൂസ് റൂം ലൈവ് ഉണ്ട്. നിയമസഭാ സമ്മേളനത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. 9 മണിയാകുമ്പോൾ മുൻ മുഖ്യമന്ത്രിയുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ വരേണ്ടതുണ്ട്. ഒട്ടനവധി വാർത്തകളുമായി ബുള്ളറ്റിനുകൾ തുടരും. റിപ്പോർട്ടർമാർ വിവിധ ഇടങ്ങളിൽ നിന്ന് ന്യൂസ് 18 കേരളത്തിൽ തുടരും. അപ്പോൾ ടെക്നോ പാർക്കിൽ നിന്ന് നമ്മൾ ഇന്ന് തുടങ്ങിയ ഈ പ്രഭാത കേരളം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. പോപ്പുലർ ഫ്രണ്ട് നിരോധന